ആവർത്തന പുസ്തകം 32-ന്റെ 48 മുതലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ സംഭവം ഞാൻ പറഞ്ഞു പോകാം, വാക്യം നിങ്ങൾ ഓർത്താൽ മതി. ആവർത്തനം 32-ന്റെ 48 മുതൽ ഉള്ള വാക്യങ്ങളാണ്. ഇസ്രായേൽ മക്കളെ ദൈവം തമ്പുരാൻ വിടുവിച്ചത് കനാനിലെത്തിക്കാനാണ്. കനാനിലെത്തിക്കുക എന്നുള്ള ഒറ്റ ദൗത്യത്തോടു കൂടിയാണ്. കനാനിലെത്തിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമായിരുന്നു. മോശയും കൂടി അത് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മോശയും കൂടി അത് അറിഞ്ഞിരുന്നില്ല. മോശയോട് ദൈവം വന്ന് പറയുകയാണ്, ഞാൻ അവരുടെ നിലവിളി കേട്ടു. ഊഴിയ വിചാരകന്മാരാൽ, അതായത് സൂപ്പർവൈസേഴ്സിനാലുള്ള അവരുടെ മേലുള്ള പീഡ ഞാൻ കണ്ടിരിക്കുന്നു. അവരുടെ നിലവിളി, അവരുടെ ആ ശക്തി ക്ഷയിച്ചുള്ള അവസ്ഥകളെ ഇത് കണ്ടു ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. കരഞ്ഞവിടത്തല്ല ദൈവം ഇറങ്ങിയത് ഹോരേബിലാണ്. കരഞ്ഞത് മിസ്രൈമിലാണ്. ദൈവജനം കരഞ്ഞത് അവിടെയാണെങ്കിലും ഇറങ്ങിയത് മോശയുടെ അടുക്കാണ്. ദൈവം എന്നിട്ട് മോശയോട് പറയുകയാണ്, നീ പോകുവീൻ. നമുക്കറിയാം ഭാഗങ്ങളൊക്കെ. മോശയ്ക്ക് ഈ ദൗത്യം ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും പേടിയുണ്ട് ഒരു പരിധി വരെ. പക്ഷെ മോശ പോകുകയാണ്. ഫറവോനോട് ചെന്ന് പറയുന്നു. മോശ പറഞ്ഞാൽ അനുസരിക്കുമോ? മോശയ്ക്കും സംശയം. ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ടും ദൈവം യഹോവയാർ, ഞാൻ അവനെ അറിയുന്നില്ലെന്നൊക്കെയാണ് ഫറവോൻ പറയുന്നത്. പക്ഷെങ്കിൽ ദൈവകൃപയാൽ ജനം മുഴുവൻ ഇറക്കപ്പെട്ടു. ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ രാത്രിയിൽ അബീബ് മാസം 14-ാം തീയതി പെസഹ ആചരിച്ച് അവർ ഇറങ്ങുകയാണ്. ഈ ഇറങ്ങിയ ജനം, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇറക്കിയ ദൈവത്തിന് ഇറങ്ങിയ ജനത്തെ അനുസരിച്ച മോശയെ കനാനിലെത്തിക്കാൻ പറ്റത്തില്ലേ? ദൈവത്തിന് എത്തിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവരുടെ നിലവിളി ഞാൻ കേട്ടു. മോശെ നീ പോയി. ഇവിടെ ഈ ആവർത്തന പുസ്തകം 32 48-ാം വാക്യത്തിൽ വന്നപ്പോൾ ഒരു ഭാഗം പറയുകയാണ്. നമ്മുടെ ഭാഷയിൽ അല്പം ലോ ഗ്രേഡിൽ പറയുകയാണ്, എടാ മോശെ നീ കയറി വാ പർവ്വതത്തിൻ്റെ മുകളിലേക്ക്. നീ കയറി വരുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കേട്ടോണം. അതെന്താണെന്ന് ചോദിച്ചാൽ, നിന്റെ സഹോദരനായ അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചത് നീ ഓർത്തോണം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. പർവ്വതത്തിലേക്ക് മോശയെ വിളിക്കുകയാണ്. മോശ തിടുക്കത്തിൽ പർവ്വതത്തിൽ കയറി എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളാണ്. ഈ പർവ്വതത്തിലേക്ക് കയറുമ്പോൾ കേൾക്കുന്ന ശബ്ദമാണ്, നിന്റെ സഹോദരനായ അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നത്. ഇനി ഞാൻ പറഞ്ഞങ്ങ് പോകാം പ്രസംഗ ഭാഷയിൽ, നീ മറന്നു പോകരുത്. അതുപോലെ അദ്ദേഹം ധൃതി കയറുക പർവ്വതം. അതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ വെച്ച് തന്നെ നീയും മരിച്ച് കയറുന്ന സ്പീഡ് കുറഞ്ഞു കാണും അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. മോശയ്ക്ക് പർവ്വതത്തിൽ കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പുതിയതെന്തെങ്കിലും നൽകാനായിരിക്കും. കനാൻ്റെ ബോർഡറിൽ എത്തി നിൽക്കുകയാണ്. എവിടെ എത്തി നിൽക്കുന്നത് വെച്ചാൽ മോവാബി ദേശത്താണ് നിൽക്കുന്നത്. അവിടെ എത്തി നിൽക്കുമ്പോൾ കനാൻ കാണാം. ഇനി പുതിയതായിരിക്കും നൽകാൻ പോണത്, പുതിയ ദൗത്യമായിരിക്കും. ആ സന്തോഷത്തിൽ കയറിയപ്പോഴാണ് പറയുന്നത്, നിന്റെ സഹോദരനായ അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചതുപോലെ നീ ഇപ്പോൾ കയറുന്ന പർവ്വതത്തിൽ വെച്ച് നീയും മരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ കാര്യം പറയുകയാണ്. അടുത്ത വാക്യം വായിച്ച മക്കളെ, നിങ്ങൾ സീൻ മരുഭൂമിയിൽ കാദേശിലെ കലഹജലത്തിങ്കൽ ഇസ്രായേൽ മക്കളുടെ മധ്യേ വെച്ച് എന്നോട് അകൃത്യം ചെയ്തതുകൊണ്ടും ഇസ്രായേലുടെ മക്കളുടെ മധ്യേ വെച്ച് എന്നെ ശുദ്ധീകരിക്കായ്ക കൊണ്ടും തന്നെ നീയും ഇവിടെ വെച്ച് മരിക്കുകയാണ്. എങ്കിലും നീ ദേശത്തെ ഇതിൻ്റെ മുമ്പിൽ കാണും. ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കടക്കുകയില്ല. ഇനി ശ്രദ്ധിച്ചാട്ടെ, ഒരു ദൗത്യം മോശയ്ക്ക് നൽകി, ദൗത്യം നല്ല നിലയിൽ ചെയ്തു. പക്ഷെങ്കിൽ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ കാരണത്താൽ അന്ന് ദൈവം അത്
ഒന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷെങ്കിൽ അന്ത്യഘട്ടം അടുത്തപ്പോൾ അതേ കയറി പിടിച്ചിട്ട് പറയുകയാണ്, അന്ന് കലഹജലത്തിങ്കൽ വെച്ച് നിങ്ങൾ എന്നെ, ദൈവത്തെ ഞാൻ ആ ഭാഗം പിന്നെയും വായിച്ചു. ദൈവത്തെയാണോ ജനത്തെയാണോ? ദൈവത്തെ ശുദ്ധീകരിക്കായിക കൊണ്ട്, എന്നെ ശുദ്ധീകരിക്കായിക കൊണ്ട് നീ അക്കരെ നാട്ടിലെത്തുകയില്ല. ഇപ്പം ഞാൻ ഈ ഭാഗം ഒന്ന് പഠിപ്പാനിടയായി കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്താ സംഭവം? നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ ആദ്യം മോശയോട് പറയുകയാണ്, നീ ഇസ്രായേൽ മക്കൾ ജലത്തിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നു. ഞാൻ പർവ്വതത്തിലുണ്ടാകും, നീ പാറയെ അടിക്കുക. പാറയെ അടിച്ചു, ജലം ഒഴുകി, എല്ലാവർക്കും ആ ജലം കുടിപ്പാനിടയായി തീർന്നേ. വീണ്ടും ഈ കലഹജലത്തിങ്കൽ എന്നുള്ള പദം അവിടെയാണ് വരുന്നത്. വീണ്ടും ജനം പെറുപെറുത്തപ്പോൾ മോശയോട് ദൈവം പറയുകയാണ്, അപ്പം നമ്മൾ കേട്ടുള്ള എക്സ്പീരിയൻസ്ഡ് വാക്കാണ് ഇത് തന്നെയാണല്ലോ വീണ്ടും പറയാൻ പോണത്. നീ പർവ്വതത്തിലേക്ക് വാ, ഞാൻ പർവ്വതത്തിൽ ആ പാറയുടെ പുറത്തുണ്ടാകും, നീ അടിക്കുക. പാറയെന്ന് കേട്ടപ്പോഴേ മോശ തീരുമാനിച്ചു. കൽപ്പിക്കാനാണ് പറഞ്ഞത്, മുന്നേ അടിക്കാൻ പറഞ്ഞായിരുന്നു. നമുക്ക് വളരെ അറിയാവുന്ന ഭാഗമാണ്. പക്ഷെങ്കിൽ ഈ ജനത്തിൻ്റെ കലഹം നിമിത്തം മോശ എന്നാ ചെയ്തെന്നറിയാവോ? എന്നാ ചെയ്തു? ഒരടിയല്ലോ, ഈ 2 അടി അങ്ങോട്ടടിച്ചു, 2 അടി. പക്ഷെ ദൈവം ആ അനുസരണക്കേടാണ് മോശ കാണിച്ചതെന്നറിഞ്ഞിട്ടും വെള്ളം കൊടുക്കാതിരുന്നില്ല. അതിനെയാണ് ദൈവകൃപയെന്നൊക്കെ പറയുന്നത്. ദൈവം അവിടെ എഴുതിയിരിക്കുന്നത്, അവരുടെ കൂടെ ഉണ്ടായിരുന്ന സകലരും മൃഗങ്ങളും കുടിച്ച് കലഹജലമാത്. അപ്പം ഞാൻ ചിന്തിച്ചു, ഇവിടെ വെച്ച് ദൈവത്തെ എങ്ങനെ വിശദീകരിക്കണം? ദൈവ സാന്നിധ്യം നമ്മൾ ചിന്തിക്കണമേ. ദൈവം മോശയോട് പറയുകയാണ്, ഇറക്കിയപ്പോൾ ഹോരേബിൽ വെച്ച് ഇതൊന്നും പറഞ്ഞില്ല. നീ നിൻ്റെ ജനത്തെയും കൊണ്ട് അക്കരെ പോവുക. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറയുകയാണ്, നിങ്ങളുടെ ആ ഐക്യതയും നിങ്ങളുടെ ആ സന്തോഷവും നിങ്ങൾ എന്നിലുള്ള ആ പ്രത്യാശയും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോടുകൂടെ വസിപ്പാൻ വേണ്ടിയിട്ട് ഒരു സമാഗമന കൂടാരം നിർമ്മിപ്പീൻ. ഇത് നിർമ്മിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ദൈവം സമാഗമന കൂടാരത്തിൽ വസിക്കുകയാണ്. ഈ സമാഗമന കൂടാരത്തിലെ സാക്ഷിപ്പെട്ടകത്തിലെ ദൈവസാന്നിധ്യം വഹിക്കുന്നവിടത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച് ജനം പെറുപെറുത്തപ്പോൾ മോശയെ ഓർമ്മിപ്പിക്കുകയാണ്. എപ്പോഴാണ്? ലാസ്റ്റ് സമയം, മരിക്കാൻ ഏതാനും നിമിഷങ്ങളുള്ളപ്പോൾ മോശയോട് പറയാം, അവിടെ വെച്ച് നീ പാറയെ അടിച്ചു, നീ എൻ്റെ സാന്നിധ്യം വഹിക്കുന്ന സാക്ഷിപ്പെട്ടകത്തെ വിശുദ്ധീകരിക്കാൻ നീ മറന്നുപോയി. ഈ ഒറ്റ കാരണത്താൽ നീ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ, മോവാബ് ദേശത്തിലെ പർവ്വതത്തിൻ്റെ മുകളിൽ കയറുക, നീ ഇവിടെ വെച്ച് മരിക്കുകയാണ്. ഇത് ചിന്തിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യാത്രയ്ക്ക് ഒരു പ്രേരണ നൽകിയതാണ്. മോശയുടെ ജീവിതത്തിൽ ചെറിയ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. പാറയോട് കൽപ്പിച്ചു, അടിച്ചു, വെള്ളം വന്നു. വീണ്ടും നമ്മുടെ ഭാഷ നോക്കിയാൽ വലിയ തെറ്റൊന്നുമല്ല, ഇത് വലിയൊരു തെറ്റൊന്നുമല്ല. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയൊരു തെറ്റായിരുന്നു. കൽപ്പിക്കാൻ പറഞ്ഞവിടത്ത് അടിച്ചു. മോശ മനഃപൂർവ്വം ചെയ്താണോ എന്ന് മോശയോട് ചോദിച്ചാൽ അല്ല. പക്ഷെങ്കിൽ കൽപ്പനാ ലംഘനമായി തീർന്നു. നമ്മുടെ ഒരു ശുശ്രൂഷകളും നമ്മൾ ഇന്നലെ ചെയ്തതും കൊണ്ട് നമ്മൾ അക്കരെ എത്തുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് നമ്മുടെ നില എങ്ങനെയാണ്, ഇന്ന് നമ്മുടെ അവസ്ഥ എങ്ങനെയാണോ, ഇന്ന് കാഹളം ധ്വനിച്ചാൽ ഇന്നലകളിൽ ചെയ്തതല്ല, ഇന്നത്തെ നമ്മുടെ നിൽപ്പിനും നടപ്പിനും അനുസരിച്ചാണ് നമ്മുടെ എടുക്കപ്പെടൽ. അതുകൊണ്ട് ശുശ്രൂഷകളെ എല്ലാവർക്കും ആ ദൈവം നൽകിയിരിക്കുന്നത്. ഒരു പാസ്റ്റർക്കും കൂടുതലില്ല, ഒരു പാസ്റ്റർക്കും കുറവില്ല. നമ്മളെല്ലാം ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ്. വായിക്കാം അതിനോടുള്ള ബന്ധത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ അത് തന്നെ വായിച്ചു.
വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. പൗലൂസ് പറയുകയാണ് കൊരിന്ത്യ സഭയോട്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി. ആ പദത്തിലാണ് നമ്മൾ നിൽക്കാൻ പോണത്. ഒറ്റ വാക്കുള്ളത്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്നു ഞങ്ങൾ, ബ്രാക്കറ്റിലിടാം, സഹപ്രവർത്തകരായിരിക്കുന്ന ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പം കർത്താവിൻ്റെ വേലയിൽ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന പോള് പറയുകയാണ്, ഞങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷകരെന്നല്ല പറയുന്നത്, ഞങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഒന്നും കൂടെ പറയാം, നിങ്ങൾക്ക്, നമുക്കിത് കൃപമേൽ കൃപയാ, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ ഞങ്ങളുടെ സഹപ്രവർത്തകരായ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു. നമ്മളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലെ വേലക്കാരാണ്. ഒറ്റ പേജ് മറിച്ച പുറകോട്ട് നോക്കിയാൽ 5:20 വായിച്ച്. 2 Corinthians 5:20. ആകയാൽ അല്പം ഗ്രേഡ് കൂട്ടിയാണ് ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട്, മതി അവിടെ നിൽക്കാം. അപ്പോൾ ഒന്ന് പറയുകയാണ് സഹപ്രവർത്തകർ, ഇവിടെ പറയുകയാണ് സ്ഥാനാപതികൾ. മാത്യു 10 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ 2, 3, 4 വായിക്കുമ്പോൾ, നിങ്ങൾ ക്രിക്കറ്റ് കളിയൊക്കെ കണ്ടിട്ടുണ്ടോ? ഫുട്ബോൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ ടീമിനെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ചിലത് ഒരു നമ്മുടെ വർഷങ്ങളിൽ തീം പ്രസൻറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്, തീം എന്താകും എന്ന് പറയുന്നത് പോലെയാണ് ഈ ഫുട്ബോളാകട്ടെ എന്ത് സ്പോർട്സിലെയും ടീമിനെ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നിരത്തി നിർത്തും. ഇങ്ങനെ 10 പേര് 12 പേരാണെങ്കിലും. അപ്പോൾ പുതിയതായിട്ട് അതിനകത്തുള്ളവരെയൊക്കെ നമ്മളിങ്ങനെ നോക്കൂ, ഈ പുള്ളി ഇന്ന് ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അപ്പം നമുക്കൊരു ആകാംക്ഷയാണ് എന്ന് പറയുന്നത് പോലെയാണ് യേശു കർത്താവ് ഈ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ തൻ്റെ സഹപ്രവർത്തകരായ, തൻ്റെ, അടുത്ത പദം കൂടെ ഞാൻ എടുത്തു പറയുകയാണ് കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന്, സഹകാരികളായ, തൻ്റെ സ്ഥാനാപതികളായ 12 അപ്പോസ്തലന്മാരെ ഇങ്ങോട്ട് നിർത്തി അങ്ങോട്ട് പ്രതിഷ്ഠിക്കുന്ന ഭാഗമാണ് മത്തായി 10:2, 3, 4 വാക്യങ്ങളിലായിട്ട്. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ പോകണം, എനിക്ക് പകരം ഞാൻ നിങ്ങളെ അയക്കുന്നു. 10-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കണമേ. യേശു തൻ്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്, ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുകയാണ്. ഇവർ പല സ്ഥലങ്ങളിലൂടെ ഓടി നടന്ന് ശുശ്രൂഷിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും 70 പേരെ അയച്ചതിന് ശേഷം മടങ്ങി വന്ന് പറയുമ്പോഴാണ് സ്വർഗത്തിൽ, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി ഇൻ യുവർ ക്രിസ്ത്യൻ ലൈഫ് എന്ന് ചോദിക്കുന്നത്. അപ്പം നമ്മൾ സ്ഥാനാപതിയിലേക്ക് നിൽക്കാം. അപ്പം സ്ഥാനാപതിയായി നിൽക്കുന്ന എനിക്ക് ഈ ഓട്ടം കൊണ്ട്, അല്ലെങ്കിൽ റിജോയ് പാസ്റ്റർക്ക് സഭാ ശുശ്രൂഷകരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് എന്ത് പ്രതിഫലം ലഭ്യമാകും? വായിക്കാം ഒരു ഭാഗം. പത്രോസ് ചോദിക്കുന്നൊരു ഭാഗമുണ്ട്, ഞങ്ങൾക്ക് എന്ത് ലഭ്യമാകും? പത്രോസ് ചോദിക്കുന്നൊരു ചോദ്യമാകണം. നമുക്കറിയാം പത്രോസ് മാത്രമേ ഉള്ളൂ ഈ 12 ശിഷ്യന്മാരിൽ യേശു തിരഞ്ഞെടുത്തതെല്ലാം ടീനേജേഴ്സിനെയാണ്. നിങ്ങൾ അത് പോട്ടെ, ഞാനത് പറഞ്ഞു വന്നോളാം കിട്ടുന്ന സമയത്ത്. യേശു തിരഞ്ഞെടുത്തതെല്ലാം ടീനേജേഴ്സിനെയാണ്. അതെങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ, ഈ ടാക്സ് കളക്ടറിൻ്റെ ഭാഗം വരുമ്പോൾ പത്രോസിനോട് മാത്രമേ പറയുന്നുള്ളൂ, നീ ഒരു ചൂണ്ടയിടുവീൻ. അപ്പം അന്നത്തെ കാലം വെച്ച് നോക്കുവാണെങ്കിൽ 20 വയസ്സിന് മേലെ ഉള്ളവർക്കാണ് ഈ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പം യേശു തിരഞ്ഞെടുക്കുകയാണ് യൗവനക്കാരെ
സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ 12 പേരും 12 നിലകളിൽ ആ സമൂഹത്തിൽ അറിയപ്പെടുന്നവരാ. ഇവരെ തെരഞ്ഞെടുത്ത് ശുശ്രൂഷയ്ക്ക് അയച്ചപ്പോൾ ഒരു വ്യക്തിക്ക് മാത്രം അല്പം പ്രായം കൂടുതൽ, 20 വയസ്സിന് മേലെയുള്ള ഒരു വ്യക്തി. ഈ വ്യക്തിയും കൂട്ടിയാണ് യേശു ശുശ്രൂഷ നടത്തുന്നത്. അപ്പോൾ ആ ശുശ്രൂഷകൾ നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾക്ക് എന്ത് ലഭ്യമാകും? അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് പറഞ്ഞ മറുപടികൾ ഞാൻ റെഫറൻസ് നോക്കുന്നില്ല, ഞാൻ പറഞ്ഞു പോകാം. യേശു അവിടെ ഒരു സംഭവം പറയുകയാണ്. ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് യജമാനൻ തൻ്റെ വേലക്കാരെ അയക്കുന്നു. 6 മണി നേരം എന്ന് പറയുന്നത് രാവിലത്തെ നമ്മുടെ 1 മണി നേരം, 1 മണി എന്ന് പറഞ്ഞാൽ 6 മണി നേരം, 1 മണി നേരം, 3 മണി നേരം, 6 മണി നേരം, 9 മണി നേരം, ഇങ്ങനെയായിട്ട് അത് അവിടെ എഴുതിയിരിക്കുന്നത് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ ചന്തയിൽ ചെന്ന് ഈ വേലക്കാരെയും കൊണ്ട് പോയി വേല കൊടുപ്പിക്കുകയാണ്. അപ്പം നമ്മൾ കാണാൻ ചിന്തിക്കണമേ, ന്യായമായിട്ടും പത്രോസിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി കർത്താവ് കൊടുത്ത ഭാഗമാണ്. ന്യായമായിട്ടും ഈ രാവിലെ 1 മണി എന്ന് പറയുന്നത് നമ്മുടെ രാവിലെ മോർണിംഗ് 6 o'clock to 5 o'clock 11 മണിക്കൂറത്തെ ശുശ്രൂഷയാണ്, 11 മണിക്കൂറത്തെ വേലയാണ്. അപ്പോൾ ഈ 12 മണിക്കൂറും 11 മണിക്കൂറും ജോലി ചെയ്ത് കഴിയുമ്പോൾ ഓൾ ഡേ ചെയ്ത വ്യക്തിക്കായിരിക്കും കൂടുതൽ. പക്ഷെങ്കിൽ കൊടുത്തപ്പോൾ എല്ലാവർക്കും വെള്ളിക്കാശ് കൊടുത്തു. ഇത് കണ്ടപ്പോൾ ഈ ലാസ്റ്റ് വന്ന് ശുശ്രൂഷിച്ചവന് കിട്ടിയത് കണ്ടപ്പോൾ ഈ പ്രഭാതം മുതൽ ശുശ്രൂഷിച്ചവന് അല്പം ഒരു പ്രശ്നമായി. അപ്പോൾ കർത്താവ് പറയുന്നൊരു പദമാണ്, പത്രോസേ, നീ ഒരു ചോദ്യം എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചായിരുന്നു. മുമ്പന്മാർ പലരും പിമ്പന്മാരായിത്തീരും. തീരുക തന്നെയല്ല, പിമ്പന്മാർ മുമ്പന്മാരാകുമ്പോൾ ഈ മുമ്പിൽ നിന്നവർ പിമ്പന്മാർ മാത്രമാകുകയല്ല, അവരെ പിന്നെ കാണാൻ പറ്റാത്ത നിലയിലേക്ക് അവർ മറിയപ്പെടുന്നതും. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഇരുന്ന് വായിച്ചപ്പോൾ അങ്ങ് പേടിച്ചു പോയി. കർത്താവേ, ശുശ്രൂഷ നൽകിയതിനാണ് ഇന്ന് പാടിയപ്പോൾ ഞാൻ ആലോചിച്ചു, കർത്താവേ, ഈ ഭാഗം എടുക്കാമെന്നല്ല ഞാൻ വന്നത്. കൃപമേൽ കൃപയുടെ സെക്കൻഡ് പാർട്ട്, കൃപയും മാനുഷിക ധർമ്മവുമായിട്ടുള്ളൊരു ബന്ധമെടുക്കാൻ. പക്ഷേ ഇന്ന് പാടിയപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ ഭാഗം ഒന്ന് തൊട്ടുപോകാം. ഞാനത് നോട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുള്ളൂ, എന്നാലും ഇതൊന്ന് തൊട്ടുപോകാം. ദൈവം നമ്മളെ അയച്ചിരിക്കുന്ന ദൈവമക്കളെ ക്രൈസ്റ്റ് അംബാസിഡർ എന്നുള്ള നിലയിലാണ്, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികൾ. കഴിഞ്ഞ ദിവസം മാഞ്ചസ്റ്ററിൽ സ്നാനങ്ങൾ നടന്നു. നാട്ടിൽ നിന്ന് ഒരു ഫാമിലിയും എത്തിയിരുന്നു, അവരും സ്നാനപ്പെടുവാനിടയായി. അപ്പോൾ അവരോട് ഞാൻ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ സശ്രദ്ധം കേട്ടും കൊണ്ടിരുന്നു. അപ്പം അല്പം കാര്യമായിട്ട് ഞാൻ അവരെ ഒന്ന്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒന്ന് പ്രഷർ ചെയ്ത് പറയേണ്ടി വന്നാലും പറയാൻ തക്കത്തിൽ പ്രിപ്പയറായ ഞാൻ പോയത്. എൻ്റെ എയിം ഒന്നേ ഉള്ളൂ, ദൈവം അവരെ ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ യുണൈറ്റഡ് കിങ്ഡത്തിലുള്ള വരവിലൂടെ അവർ സ്നാനപ്പെടണം. അവർ പറഞ്ഞ അഭിലാഷേ, അവർ സ്നാനപ്പെടണം. അപ്പം ചെന്ന് പറഞ്ഞു. അപ്പം ഇതെല്ലാം പറഞ്ഞ് പിറ്റേ ദിവസം അവർ സ്നാനത്തിന് സമർപ്പിച്ച കൃപയാൽ പെട്ടെന്ന് തന്നെ ഒരു ബൈബിൾ ക്ലാസ് പിറ്റേ ദിവസം ഞാൻ അറേഞ്ച് ചെയ്തു. അപ്പം ആ ശുശ്രൂഷയിൽ ഞാൻ തന്നെ വീണ്ടും ശുശ്രൂഷിച്ചപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ വന്ന് പറഞ്ഞ രീതിയല്ല ഇന്ന് ഞാൻ കൊണ്ടുവരാൻ പോണത്. പോള് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ 11, 17, 20 ഒക്കെ വായിക്കുമ്പോൾ അല്പം പ്രഷർ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ മോനെ ആ 4-ന്റെ 11 അവിടെ പറയുന്ന ഒരു പദമുണ്ട്, ഞങ്ങൾ നിങ്ങളെ അല്പം പ്രഷർ ചെയ്യുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എങ്ങനെയും നിങ്ങൾ സ്നാനപ്പെടണമെന്നുള്ളത് എൻ്റെ ഒരു ഇഷ്ടമാണെന്നുള്ളത്. ഞാൻ റെഫറൻസുകൾ ഞാൻ വേണമെങ്കിൽ പിന്നെ അതിൽ അയച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പോള് പറയുകയാണ്, ഒരു വ്യക്തിയെ സ്നാനപ്പെടുമ്പോൾ നമ്മൾ സ്നാനങ്ങളിൽ പുകഴരുത്, പ്രാർത്ഥനകളിൽ പ്രശംസിക്കരുതെന്നൊക്കെ പറയുന്ന പോലെ ഒത്തിരി പേരെ സ്നാനപ്പെടുത്തി എന്നൊക്കെ ചിലർ പറയാറുണ്ട്. പക്ഷെങ്കിൽ ഈ സ്നാനത്തിൻ്റെ സംഭവം എന്നാന്ന് ചോദിച്ചാൽ,
ഇപ്പം റിജോയ് പാസ്റ്ററെ ദൈവത്തിൻ്റെ സഭയോട് ചേർക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനാണ്. ഇതിനകത്ത് പാസ്റ്റർമാരുടെ വിശ്വാസം എന്നാണെന്നറിയോ? അവർ ചെന്ന് പറഞ്ഞു, അങ്ങനെയല്ല. അതിൻ്റെ അവരെ ദൈവം അയക്കുന്ന ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെന്ന് പറയുക. പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. നമുക്കറിയാം, ഈ പോള് ഫിലിപ്പിയിൽ ചെല്ലുകയാണ്. പോള് ഫിലിപ്പിയിൽ ചെന്നിട്ട് ശബത്ത് ദിവസം താൻ നോക്കി ഒരു നല്ല സ്ഥലത്ത് നിന്ന് ഇതൊന്ന് പറയണം. അങ്ങനെ അവൻ അപ്പോൾ ആ ഒരു ഏരിയ കണ്ടുപിടിച്ച് അവിടെ നിന്ന് പ്രസംഗിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, പ്രസംഗിക്കുവാനൊരു പോൾ അവിടെ ഉള്ളപ്പോൾ കേൾപ്പാൻ ഒരു ലുദിയ. ഹൃദയം തുറന്നു കൊടുത്തത് ദൈവം. ഞാനിത് ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞത് അവിടെ ഈ 2007 ഞാൻ നാട്ടിൽ നിന്ന് വന്ന ഒരു ദൈവത്തിനെയും കൊണ്ടൊരു വീട്ടിൽ പോയി. എന്നോട് പറഞ്ഞു, എന്താ പാസ്റ്റർ? ഞാൻ പറഞ്ഞു, ഞാനിവിടെ കുറേ വർഷമായിട്ടൊരു വീട്ടിൽ ഈ കൂട്ടായ്മകൾ വെക്കുന്നു, അവരുടെ രീതി പ്രാർത്ഥന വെക്കുന്നു, പാസ്റ്ററോട് ഒന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എൻ്റെ വൈഫും കൂടി യാത്ര ചെയ്ത് ഈ ഭവനത്തിൻ്റെ വാതിക്ക് ചെന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇതാണ് വീട്, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഇവർ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരും. ബിജു പാസ്റ്റർക്ക് അത്ര ഉറപ്പാണ്. ഞാൻ പറഞ്ഞു, ഇവരുടെ അമ്മ അമേരിക്കയിലാണ്, അവർ സ്നാനപ്പെട്ടത്, അവർ വരുമ്പോഴെല്ലാം എന്നോട് പറയും, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. എത്ര നാളായിട്ട് പ്രാർത്ഥിക്കുന്നു ഇവിടെ വന്ന്? ഞാൻ പറഞ്ഞൊരു 3-4 വർഷമായി. ഇപ്പോൾ സുജയാണ് വണ്ടി ഓടിക്കുന്നത്, സുജ സിസ്റ്ററെ വണ്ടി എടുക്കുക. ആ പാസ്റ്റർ എന്നോട് പറയാം, പേര് പറയുന്നില്ല, വലിയ പ്രശസ്തനായ ഒരു പാസ്റ്ററാണ്, നാട്ടിൽ നിന്ന് വന്നത്, പ്രായമുള്ള ആളാണ്. വണ്ടി എടുക്കാൻ പറഞ്ഞു. സുജ പറഞ്ഞു, ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. അല്ല, വണ്ടി എടുക്കുക, വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇച്ചിരി ഒരു കെറുവിച്ച് ചോദിച്ചു, ഞാൻ ഇന്നലെ തൊട്ട് ഇത് പറയുന്നതല്ലേ പാസ്റ്റർ ഇവിടെ വന്നിട്ട്? എൻ്റെ ബിജു പാസ്റ്ററെ ദൈവം അവരെ ആകർഷിച്ചിട്ടില്ല. ദൈവം അവരെ, നീ തലയെ ഉച്ചയും കുത്തി കിടന്ന് പ്രാർത്ഥിച്ചാലും ദൈവം ആകർഷിക്കാതെ, എൻ്റെ ലൈഫിൽ അതൊരു വലിയൊരു ലെസനാണ് പഠിപ്പിച്ചത്. ആകർഷിച്ചല്ലേ പറയാറില്ല, ഒറ്റ വാക്കിൽ അവർ സ്നാനപ്പെട്ടെന്നൊക്കെ. ദൈവം ആകർഷിപ്പിച്ചവരാ. അവിടെ നമ്മളെ അയക്കുന്നു, നമ്മൾ ചെന്ന് പറയുന്നു. അപ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളെന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായം കൊരിന്ത്യർ ലേഖനം വായിച്ചതിനതാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപ. സഹകാരികളായിരിക്കുന്ന നിങ്ങളെ പ്രബോധിപ്പിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് 5:20 പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികൾ. ഈ കൃപായുഗത്തിൽ കൃപമേൽ കൃപ കർത്താവിങ്ങനെ വർഷിക്കുമ്പോൾ ഇത് നമ്മൾ മാത്രം അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന സ്ഥാനാപതികളും കൂടിയാണെന്ന് ഓർക്കണം. അപ്പോൾ ഈ സ്ഥാനാപതികളെന്ന് പറയുമ്പോൾ ക്രൈസ്റ്റ് അംബാസിഡേഴ്സ്. അപ്പം നമ്മൾ ചിന്തിക്കണമേ, അംബാസിഡർ എന്നുള്ളത് ഒരു ഹൈ റാങ്ക് പൊസിഷനാണ്. അംബാസിഡർ, സ്ഥാനാപതികളെന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമേ. സ്ഥാനാപതികളുടെ 1-2 കാര്യങ്ങൾ പറയാം. ഞാനൊരു സ്ഥാനാപതിയാണെങ്കിൽ, ഞാനൊരു അംബാസിഡർ ആണെങ്കിൽ, ഐ ഷുഡ് ഹാവ് എ കിങ്ഡം. എനിക്ക് ഒരു രാജ്യം ഉണ്ടായിരിക്കണം. സെക്കൻഡ്, ഞാൻ ആ രാജ്യത്തിലെ പൗരനായിരിക്കണം, അല്ലേ? ഒന്നാമത്തേത്, എനിക്കൊരു കിങ്ഡം ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത്, എനിക്ക് ആ കിങ്ഡത്തിൽ പൗരത്വം ഉണ്ടായിരിക്കണം. ഉണ്ടായിരിക്കുന്ന രാജ്യത്തിലെ പൗരനായിരിക്കുന്ന എന്നെ ആ രാജ്യത്തിലല്ല സ്ഥാനാപതിയായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? എന്നെ സ്ഥാനാപതി, ഞാൻ ഇപ്പം നമ്മൾ ഈ ചർച്ച് ആണ്ടർദി യോഗത്തിന് നമ്മൾ മാഞ്ചസ്റ്ററിൽ വരുന്നു, കൺവെൻഷന് മാഞ്ചസ്റ്ററിൽ വരുന്നു. 2 എപ്പിസോഡാണ് നമ്മൾ നിർബന്ധം പറയുന്നത്. അപ്പോൾ റിജോയ് പാസ്റ്ററിന് നമ്മൾ ഏതോ ഒരു സമയത്ത് കൺവെൻഷൻ ആകട്ടെ, അല്ലെങ്കിൽ ഇതിന് നമ്മൾ അല്പസമയം കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പദമുണ്ട്, ഐ ആം റെപ്രസെൻറ്റിങ് ടെൽഫോർഡ് ചർച്ച്. ഐ ആം റെപ്രസെൻറ്റിങ് ടെൽഫോർഡ് ചർച്ച്. നിങ്ങളോട് ആരോട് ചോദിച്ചാലും നിങ്ങൾ മഹനീയം ചർച്ച് ടെൽഫോർഡ് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കണമേ, നിങ്ങൾ അന്നേരം ടെൽഫോർഡിലാണോ നിൽക്കുന്നത്? അല്ല. ഇതാണ് ഈ സ്ഥാനാപതി എന്നുള്ളത്. നിങ്ങൾ ടെൽഫോർഡിൽ നിന്നും കൊണ്ട് പറയുകയാണ് ഞാൻ ടെൽഫോർഡിലെ മെമ്പറാ, അത് പറയേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ കൈ കൊടുത്തിട്ട് പ്രയർ കഴിയുമ്പോഴത്തേന്
ഞാൻ ബിജു ചെറിയാൻ, ഞാൻ റിജോയ്, ഞാൻ ടെൽഫോർഡ് ചർച്ചിലെയാ. അപ്പം നമ്മൾ ചോദിക്കും കുഴപ്പം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും, അല്ലേ സിനി? കുഴപ്പം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. എടാ നീ സ്ഥാനാപതികൾ അവർ നിൽക്കുന്ന കിങ്ഡത്തിലെ പൗരന്മാരായിരിക്കെ തന്നെ അവരെ മറ്റൊരു സ്ഥലത്തേക്ക് ഈ പൗരത്വവും ഈ രാജ്യത്തെയും പ്രതിനിധീകരിക്കാൻ അയക്കപ്പെടുന്നവരെയാണ് സ്ഥാനാപതികൾ എന്ന് പറയുന്നത്, അംബാസഡേഴ്സ്. ഒന്നും കൂടെ പറയാം, സ്ഥാനാപതികൾക്കൊരു രാജ്യമുണ്ടായിരിക്കണം, ഒരു കിങ്ഡം. ആ കിങ്ഡത്തെ അവർ റെപ്രസെൻ്റ് ചെയ്യുവാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് അവർ അയക്കപ്പെടുമ്പോൾ ഈ കിങ്ഡത്തിൽ ഇവർക്ക് പൗരത്വം ഉണ്ടായിരിക്കണമേ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് അവർ പാസ്റ്ററാണ്, അവരിന്ന് അറ്റ്ലാന്റയിൽ പാസ്റ്ററാണ്. അപ്പോൾ ഈ അറ്റ്ലാന്റയിൽ പാസ്റ്ററായിരിക്കുന്ന അവരുടെ വീട്ടിൽ ഞാൻ ശുശ്രൂഷിക്കുക. ഇപ്പോൾ രാവിലത്തെ എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് വൈകിട്ട് ഇവരുടെ വീട്ടിലൊരു ചെറിയ പ്രെയർ. അവർ ജ്ഞാനായ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. ഞാൻ ഇവരുടെ വീട്ടിൽ ചെല്ലുകയാണ്. അപ്പോൾ ഈ വ്യക്തികളെ സ്നാനപ്പെടണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ രാത്രിയിലത്തെ ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇതൊരു ജ്ഞാന യാക്കോബിറ്റ് കത്തോലിക്കരുടെ ഒരു കൂട്ടായ്മയിലാണ് ചെന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇവിടെ ആയിരിക്കുന്ന സഹോദരനും സഹോദരിയും ഇപ്പോൾ ഇച്ചിരി ഇതിലാണ് പറഞ്ഞ്, നിങ്ങൾ ജലത്തിൽ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരണം. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ അങ്ങ് ഇരുന്നു. അപ്പം അത് ലീഡ് ചെയ്തൊരു ബ്രദറുണ്ട്, പുള്ളി എഴുന്നേറ്റോട് പറഞ്ഞു, സ്നാനപ്പെടണം, ഭയങ്കര ബഹളം. അപ്പം ഞാൻ ഈ വ്യക്തിയെ തോണ്ടി വന്നു, നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, നീ സ്നാനപ്പെട്ടോ? നീ സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനപ്പെടാത്തവരോട് പറയുക, സ്നാനപ്പെട്ടില്ലെങ്കിൽ നിത്യ ശിക്ഷാവിധിയിൽ പോവും, നിത്യ നരകത്തിൽ പോവും. ഞാൻ പ്രെയർ കഴിഞ്ഞപ്പം പറഞ്ഞു, പാസ്റ്റർ ആൾ കൊള്ളാമല്ലോ, താൻ ആദ്യം രക്ഷിക്കപ്പെട്. പുള്ളി ചെയ്തതെന്നറിയോ? ഒതുക്കത്തിൽ പിറ്റേ ആഴ്ച തന്നെ ജോഗിരി പാഷനെ വിളിച്ചു ലണ്ടനിൽ. ഞങ്ങളുടെ ലിവർപൂളിലെങ്ങും കുളമില്ലാഞ്ഞിട്ടോ സ്നാനപ്പെടുത്താൻ ആളില്ലാഞ്ഞിട്ടോ അവിടെ പോയി ജോഗിരി പാഷയുടെ കൈ കീഴിൽ സ്നാനപ്പെട്ടു. എന്നിട്ട് പിറ്റേ ആഴ്ച എന്നോട് പറയാം, ഇന്ന് മീറ്റിംഗ് ഉണ്ട് വരണം കേട്ടോ. എന്നാ സ്നാനപ്പെട്ടത് രഹസ്യത്തിലാണ്. ജോഗിരി പാഷ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ അടുത്തുനിന്നൊരു ടിൻ എത്തിയിട്ടുണ്ട്, സ്നാനപ്പെട്ട് പോയിട്ടുണ്ട്. പിറ്റേ ആഴ്ച ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞു, ഇന്ന് സഹോദര സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കാം. അല്ല, ഞാൻ എലിജിബിളാണ്. ഞാൻ പറഞ്ഞ പരസ്യ എന്നാ പറഞ്ഞേ, പബ്ലിക് എന്നത് പ്രഖ്യാപനം നടത്താൻ പറഞ്ഞു. പുള്ളിക്ക് പറയാൻ പള്ളിയിൽ നിന്ന് പുറത്താക്കുമല്ലേ? അല്ല, അത് നമ്മൾ തമ്മിൽ. ഞാൻ പറഞ്ഞു, അല്ലല്ല, എന്നാ നീ സ്നാനം വേണ്ടരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, സ്നാനം ഒരാൾ പ്രസംഗിക്കപ്പെടണമെങ്കിൽ അവൻ സ്നാനപ്പെട്ടതായിരിക്കണം. രക്ഷ ഒരാളോട് പറയണമെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടവനായിരിക്കണമേ. അപ്പോൾ സ്ഥാനാപതികൾ, അംബാസഡേഴ്സ് ആയിരിക്കുന്ന വ്യക്തി ആ രാജ്യത്തിലെ പൗരനായിരിക്കണം. പോൾ പറയുകയാണ്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികൾ. ദ കിങ്ഡം ഓഫ് ഗോഡിൽ ഞാൻ പൗരനാണ്. കിങ്ഡം ഓഫ് ഗോഡിൽ പൗരനായിരിക്കെ തന്നെ ആ അദൃശ്യ രാജ്യത്തിൽ അല്ല ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഞാൻ അയക്കപ്പെട്ടവനാണ്. എങ്ങോട്ട്? ചെന്നായ്ക്കളുടെ നടുവിൽ ഒരാടിനെ എന്ന പോലെ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം നിങ്ങൾ വായിക്കണമേ, ഈ ഭാഗമൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ചെന്നായ്ക്കളുടെ നടുവിൽ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം, എന്നാൽ നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം. റെപ്രസെൻറ്റിങ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ആൻ ഈസി ജോബ്. നമ്മൾ ക്രിസ്തുവിലാകണം. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. പോൾ പറയുകയാണ്, ഇനി മക്കളെ ആ 6:1 അവിടെ പറയുകയാണ്, നിങ്ങൾ എൻ്റെ സഹകാരികളാണ്. അപ്പോൾ ഒരു രാജ്യത്തെ, നിങ്ങളെ ഒരു സംഭവം ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്നിങ്ങനെ വട്ടം പിടിച്ച് പോണേ. ദൈവരാജ്യത്തെ ഒരു ദൈവപുരുഷൻ, ഇപ്പം ദൈവരാജ്യത്തിലെ പൗരനായിരിക്കുന്ന ബിജു ചെറിയാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്രിസ്തുവിനെയാണ്. അപ്പം ക്രിസ്തു സംസാരിക്കേണ്ടത്, യേശു സംസാരിക്കേണ്ടതാണ് ഞാൻ സംസാരിക്കുന്നത്.
ഇച്ചിരി അങ്ങോട്ടല്ലേ വായിപ്പിക്കാം. 5:20 ഇട്ടേ മക്കളെ, 5:21 ഇട്ടേ. ആ 5:20 വായിച്ചു പോകാം. നമ്മൾ വായിച്ച ഇട്ട മക്കളെ. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നു കൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിന് പകരം അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. അപ്പം ഒരു രാജ്യം നമ്മൾ ചിന്തിക്കണമേ, ഇപ്പം ഇന്ത്യയുടെ അംബാസിഡറുണ്ട് യുണൈറ്റഡ് കിങ്ഡത്തിൽ. പുള്ളിക്ക് ഒരു ദിവസം രാവിലെ തോന്നുക ഇന്ന് ഓഫീസിലോട്ട് പോകുമ്പോൾ ലുങ്കി കൊടുത്തോണ്ട് അങ്ങോട്ട് പോയേക്കാം, ഒരു ടീഷർട്ടും അല്ലേ, ഒരു കിറ്റക്സ് ലുങ്കിയും ഒരു റെഡ് ടീഷർട്ടും എന്നാൽ ഒരു തൊപ്പി ഇരിക്കട്ടെ, ഇതൊക്കെ വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ആൾക്കാരെന്നാ പറയും? അയ്യോ, ആ പുള്ളിയുടെ ബുദ്ധി നശിച്ചു പോയെന്ന് പറയും. ഞാൻ നമ്മുടെ പാസ്റ്റേഴ്സിനോടെല്ലാം ഇത് പറയാറുണ്ട്. നിങ്ങൾ ജോക്കിരം പാസ്റ്ററായ എന്നെ പഠിപ്പിച്ചേ, നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു രാജ്യത്തെയാണ്, ദൈവരാജ്യത്തെയാണ്. നിങ്ങൾ അതിൻ്റെ മാന്യതയ്ക്കൊത്ത് ഉള്ള വസ്ത്രം ധരിക്കണം. ചില പാസ്റ്റർമാർ അവർ ഈ ജീൻസ് പൊതുവേ അലക്കാറില്ലെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എനിക്ക് ഒരെണ്ണേ ഉള്ളൂ, അത് മേടിച്ചിട്ട് ഞാനും അലക്കിയിട്ടില്ല. ഇത് അലക്കാറില്ല, ഇതിങ്ങനെ അല്ലേ അഭിലാഷേ? നീ അലക്കും, നീ ഇച്ചിരി കാശുകാരനാ. ഇത് അലക്കാറില്ല ഈ സാധനം. നമ്മൾ അലക്കത്തില്ല, മണ്ടാടാരല്ലേ? ഒന്ന് കര ഉയർ സ്വതം ചെയ്ത്. ഇത് അലക്കത്തില്ല പൊതുവേ. അപ്പം ഞാനിതിൻ്റെ ഒരു ടെക്നിക്ക് ഒരാൾ പറഞ്ഞു, ഇതിങ്ങനെയൊക്കെ ഇരിക്കുന്ന ഇതിൻ്റെ ഭംഗി, പാഷ ഇത് തേച്ചൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന ഒരു പരിഷ്കാരിയെ പോലെ ആയി പോവാന്ന്. നമ്മൾ ജീൻസൊക്കെ ഇട്ട് തേച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ വടിയൊക്കെ വെച്ച് ഇത് കണ്ടാലോ ജനം ചിരിക്കുന്നത്. ഇത് ചെളി പറ്റണം, മടിയായിരിക്കണം, അതിന് സ്മെല്ലുണ്ടാകണം, ഗന്ധം, ഗുഡ് സ്മെല്ലല്ല. അതിട്ട് ഒരു ക്യാൻവാസ് ഷൂ ഇട്ട് 10 വർഷമായിട്ട് അലക്കാത്ത ഒരു സോക്സും ഇട്ട് വീട്ടിൽ ചിക്കൻ കറിയും മട്ടൻ കറിയും ബിരിയാണിയും ഉണ്ടാക്കാൻ നേരത്ത് മാത്രം ഇടുന്ന ഒരു ടീഷർട്ടുണ്ട്, അതും ഇട്ട് ചർച്ച വന്ന് നിന്നിട്ട് പറയുകയാണ്, ഞാൻ റെപ്രസെൻറ്റിങ് ക്രൈസ്റ്റ്. കർത്താവിന് അടുത്ത് നിൽക്കാൻ പോലും വരിക ആ വ്യക്തിയുടെ. ഞങ്ങളതുകൊണ്ട് ഞാനൊരു മെമ്മോ അയച്ചു എല്ലാ പാസ്റ്റേഴ്സിനും പണ്ട്. നിങ്ങൾ ഇഫ് യു ആർ എ ലീഡർ ഇൻ യുവർ ചർച്ച് ആസ് എ പാസ്റ്റർ, ഇപ്പം വർഷിപ്പ് ലീഡേഴ്സിന് ഞാൻ പറയത്തില്ല, യൂത്ത് ലീഡേഴ്സിന് ഞാൻ പറയത്തില്ല, സൺഡേ സ്കൂൾ ഹെഡ് മിസ്ട്രസോ ഹെഡ് മാസ്റ്ററോ ഞാൻ പറയത്തില്ല. ഇഫ് യു ആർ എ ലീഡർ, യു ആർ എ പാസ്റ്റർ ഇൻ യുവർ ചർച്ച്, യു മസ്റ്റ് വെയർ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പണ്ടൊരു മെമ്മോ ഇട്ട് എല്ലാവർക്കും. എന്നിട്ടും ഞാൻ ഇങ്ങനെ പോകും ഓരോ ചർച്ചിലൊക്കെ. അപ്പം ഞാൻ ചെല്ലുമെന്ന് അറിയുവാണെങ്കിൽ ഇവർ സൂട്ടൊക്കെ ഇട്ട് നിൽക്കും. ചെല്ലാത്ത ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ ജീൻസാണ്. ഇതിനോട് ഇത്ര കമ്പം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കൺവെൻഷൻ വെച്ച് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ആ ഹോസ്റ്റ് ചെയ്ത ചർച്ചിലെ പാസ്റ്റർ ഇങ്ങനെ ധൃതി വെച്ച് വേർത്ത് കുളിച്ച് നശിച്ച് നടക്കുക. ജോക്കിരം പാസ്റ്റർ എനിക്ക് അടുത്തിരുന്നൊരു നോട്ട് എഴുതുന്നു, ബിജു ലുക്ക് അറ്റ് ഹിം, സ്പീക്ക് ഹിം, എന്നിട്ട് അവിടെ ഇവിടെ വന്നിരിക്കാൻ പറയാം. ഞാനെന്ന് പറഞ്ഞു, അച്ഛാ ഈ ഡ്രസ്സെല്ലാം മാറി, ഇതുകൊണ്ട് ഒരു ലെറ്റർ, ഡ്രസ്സെല്ലാം മാറി സൂട്ടൊക്കെ ഇട്ട് ഇവിടെ വന്നിരിക്കാൻ. അപ്പോൾ ഇതെല്ലാം ആരും നോക്കുമെന്ന് ചോദിച്ചു. നിങ്ങളുടെ തലയിലൂടെ അല്ല ഇത് ഓടുന്നെന്ന് പറഞ്ഞു. നമ്മൾ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നവരാണ്. യോഗ്യമായ ഭാഷയായിരിക്കണം. എന്താ? ഞങ്ങൾ ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ഷാഢ്യത്താലല്ല, പിടിവാശിയാലല്ല, അത് കോപത്താലല്ല, ക്രിസ്തുവിന് പകരം. യേശുവിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കി എന്ന തിരുവചനം പറയുന്നത്. പക്ഷെങ്കിൽ നമ്മൾ നിങ്ങളെ അല്പം പ്രബോധിപ്പിച്ച് പറയുകയാണ്, നിങ്ങൾ സ്നാനപ്പെടണമേ. എൻ്റെ സമയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്, ഒരു രാജ്യത്തെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഈ ഒന്ന് അവർ പ്രതിനിധീകരിക്കുന്നത് യേശുക്രിസ്തുവിന് പകരമാണ്. ഈ കൃപമേൽ കൃപ പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കളോട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്,
എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത്. 5:20 പറയുകയാണ്, നമ്മളെല്ലാം ക്രിസ്തുവിൻ്റെ സഹകാരികളാണ്, നമ്മളെല്ലാം ക്രൈസ്റ്റ് അംബാസഡേഴ്സ് ആണ്, നമ്മളെല്ലാം ക്രിസ്തുവിന് പകരം സംസാരിക്കപ്പെടേണ്ടവരാണ്, നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചും കൊണ്ട് ക്രിസ്തുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാണ്. നമ്മൾക്ക് തോന്നിയതുപോലെയല്ല, നമ്മളെ അയക്കപ്പെട്ടവൻ്റെ രാജ്യത്തിൻ്റെ സൽഗുണങ്ങളെ പ്രഘോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണ്. നമ്മളിലൂടെ കേൾക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ക്രിസ്തു സംസാരിക്കുന്നതായിട്ട് ജനങ്ങൾക്ക് തോന്നണം. പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് ഐഹിക രാജ്യത്തിലല്ല, ഒരു തെളിയപ്പെട്ട നഗ്നനേത്രങ്ങളാൽ കാണുന്ന ആൾക്കാരോട് ആട്ടിൻകുട്ടിയെപ്പോലെ കപടതകളില്ലാതെ, എന്നാൽ നിൽക്കുന്നത് നമ്മൾ ചെന്നാക്കൂട്ടത്തിൻ്റെ നടുവിലാണെന്നുള്ള ബോധ്യത്തിൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായി, നമ്മൾ പ്രാവിനെ പോലെ നിഷ്കളങ്ക സ്വഭാവത്തോടു കൂടി ഈ രാജ്യത്തെ, കിങ്ഡം ഓഫ് ഗോഡിനെ, ദൈവരാജ്യത്തിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ പ്രസാദിക്കേണ്ടവൻ, നമ്മളൊരു വാക്യം കൂടിയുണ്ട്, പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് ജീവനകാര്യങ്ങളിലൊന്നും ഇടപെടരുത്. ഇതൊക്കെ മാത്യു 10 വായിക്കുമ്പോൾ കിട്ടും. നിങ്ങൾ പോയി യേശുവിനെ പ്രതിനിധീകരിക്കുമ്പോൾ, യേശുവിനെ പ്രസിദ്ധപ്പെടുത്തുമ്പോൾ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കും. ഈ മാത്യു 10 നിങ്ങളൊന്നും കൂടെ ഒന്ന് വായിക്കണമേ. മാത്യു 10 പറയുന്നത് എന്നാണെന്നറിയോ കർത്താവ് ശിഷ്യന്മാരോട്? നിങ്ങളെ ഞാൻ അയക്കുന്നു. ഡിസ്പ്ലേ ഇടണ്ട. ഞാൻ പറയുന്നിടത്ത് പോകണം, ഇസ്രായേലിലൊക്കെയും പോകണം. ശമരിയ ഒരു ബ്ലോക്ക് കൊടുക്കുകയാണ്, ശമരിയയിൽ കടക്കരുത്. ഇല്ലേ, എന്തൊരു ഇതാന്ന് നോക്കണമേ. ഇസ്രായേലിലെല്ലാം പോകണം, എല്ലാ യഹൂദന്മാരോടും പറയണം, പക്ഷെ ശമരിയയിൽ കടക്കരുത്. ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ വിടുതലിന് വേണ്ടി മാത്രം നിങ്ങൾ ശുശ്രൂഷിക്കണം. എന്നിട്ട് രോഗികളെ, ഭൂതങ്ങളെ, കുഷ്ഠരോഗികളെ എല്ലാം, മരിച്ചവരെ വരെ ഉയർപ്പിക്കാനാണ് പറയുന്നത്. ഇത് പറഞ്ഞ് എനിക്ക് യേശുക്രിസ്തുവിൻ്റെ ഈ ശുശ്രൂഷയുടെ ആ ഒരു വൈഡ്നെസ് പിന്നെ മനസ്സിലായപ്പോൾ ഇവർ പോയല്ലേ. നമ്മൾ ചിന്തിക്കണമേ, നമ്മൾ ധർമ്മങ്ങളൊക്കെ ചെറുപ്പത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അയ്യോ, നീ കോട്ടയംകാരനല്ലേ, നിനക്കില്ലടാ, നീ ഏതാ, പത്തനംതിട്ട, നീ തൃശ്ശൂർ, നിനക്കുണ്ട്. അപ്പോൾ ഈ കോട്ടയംകാരനായിരിക്കുന്ന ശമരിയക്കാരൻ്റെ അവസ്ഥ കർത്താവ് പിന്നെ കണ്ടു അല്ലേ. കർത്താവ് പിന്നെ ശമരിയയിലോട്ട് അങ്ങോട്ട് കാണും. അതാണ് ക്രോസ് കൾച്ചർ മിനിസ്ട്രീസ് എന്ന് പറഞ്ഞത്. യേശു ശമരിയയിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, യേശുവിനെ റെപ്രസെൻ്റ് ചെയ്ത ശിഷ്യന്മാരെ കർത്താവ് എന്തും കൊണ്ട് ശമരിയയ്ക്ക് പോകരുതെന്ന് വിലക്കി. അവിടെ പറയുന്നുണ്ട്, ശിഷ്യൻ ഒരിക്കലും ഗുരുവിന് മീതെയല്ല. ചിലത് കർത്താവ് തന്നെ പോകണം അല്ലേ. കർത്താവ് പോയതിനു ശേഷം നമ്മൾ പോകുമ്പോൾ, ഞാൻ ഇതുപോലെ ജോഗിരിൻ പാസ്റ്റർ പോയ പല സ്ഥലത്ത് പിന്നെ ഞാൻ പോയിട്ടുണ്ട്. പാസ്റ്ററെ കൊണ്ട് തന്നെ ചില ശുശ്രൂഷകൾ ഞാൻ ചെയ്യിക്കാറുണ്ട്. എന്നോട് പറയുന്നുണ്ട്, ബിജു യു ഹാവ് ദ റൈറ്റ്. ഞാൻ പറഞ്ഞു, ഇല്ല, ഇത് പാസ്റ്റർ ചെയ്യണം. എന്നാണെന്നറിയോ, അദ്ദേഹത്തിൻ്റെ മേലുള്ളൊരു അതോറിറ്റിയെ നമ്മൾ അറിയുന്നു. 40-50 വർഷം മുന്നേ, ഈ 50 വർഷം തികയുവാണല്ലോ, 50 വർഷത്തെ ശുശ്രൂഷയുടെ ആ ഒരു നിലവാരത്തിലുള്ള ഒരാത്മാവിൻ്റെ പ്രവൃത്തിയെ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഞാൻ മടങ്ങി വരട്ടെ. അദ്ദേഹം നമ്മൾ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഭാഗം ഇങ്ങനെ, ഞാൻ പറഞ്ഞ നോട്ടുകളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഒരു ചിന്തകൻ്റെ ഒരു തോട്ട് ഞാനിങ്ങനെ വായിപ്പാനിടയായി. അതിലെഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ കയ്യിലെ ഉപകരണങ്ങൾ എന്നുള്ള ഒരു തോട്ടിലായിരിക്കാം അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ നമുക്കറിയാം ഈ കുഴലുകളൊക്കെ ഫ്ലൂട്ട് എന്ന് പറയും. ഫ്ലൂട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നാദസ്വരം എന്തോ അത് ഇരിക്കുകയാണെങ്കിൽ അതിനൊരിക്കലും ഒരു ശബ്ദം ഉണ്ടാക്കാൻ കഴിയത്തില്ല. അത് നന്നായിട്ട് ഊതുന്ന ഒരാളുടെ കൈ കിട്ടുകയും അദ്ദേഹം അത് വേണ്ട നിലകളിലൊക്കെ അതിൻ്റെ വിരലുകളൊക്കെ ഓടിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ നല്ല സൗണ്ട് പുറത്തു വരും. ഇതുപോലെ നമ്മളന്നേരം ഫ്ലൂട്ടിനോട് ചോദിക്കുക, നീ എന്ത് കഴിവുള്ളവനെന്ന് വെച്ചാൽ ഫ്ലൂട്ട് പറയും, ഞാനൊരു ഡെഡ് ബോഡിയാണ്. പക്ഷെങ്കിൽ അതിൻ്റെ മേൽ സാമർഥ്യമുള്ള ഒരു വ്യക്തി ഊതിയപ്പത്തിയതിന് കാര്യം മാറി. നമ്മളെന്നും ഇങ്ങനെ പറയണം. ഞാൻ എൻ്റെ ശുശ്രൂഷ തുടങ്ങിയ കാലത്ത്, ഈ ശുശ്രൂഷ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ, ലിവർപൂളിനെ കീഴ്മേൽ മറിക്കുന്നു, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു ദിവസം കർത്താവ് എന്നെ പഠിപ്പിച്ച എന്നോട് പറയുകയാണ്,
ഈ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നിങ്ങളെല്ലാം ഈ കോളാമ്പി മൈക്ക് കണ്ടിട്ടുണ്ട്. കോളാമ്പി കണ്ടിട്ടുണ്ടല്ലോ. കർത്താവ് എന്നെ കാണിച്ചതാണ് ഒരു ദർശനത്തിൽ. യു ആർ ഓൺലി എ കോളാമ്പി എന്ന്. ഞാൻ പറഞ്ഞു വെരി ഗുഡ് കർത്താവ്, താങ്ക് യു. പക്ഷേ അതിൻ്റെ പുറകിലൊരു കട്ട ഇങ്ങനെ പിരിച്ചു വെക്കും അല്ലേ, ഇതൊക്കെ അറിയാലോ. ആ കട്ടയെ ഞാൻ മാറ്റി വെച്ചിരിക്കുവാന്ന്, നീ ഇനി കിടന്ന് ശബ്ദിക്കാൻ. എനിക്ക് പിടി കിട്ടിയേ. അപ്പം ഞാൻ അന്ന് തൊട്ട് പ്രസംഗിക്കും പറയുന്നത് 2006-07 തൊട്ട് ഞാൻ കോളാമ്പിയുടെ മൗത്ത് പീസാണ്. അതിൻ്റെ പുറകിലുള്ള ആ മെയിൻ കണ്ടൻറ്റ് ഹോളി സ്പിരിറ്റാണ്. ഇതുമായിട്ട് കണക്റ്റ് ആകാതെ നമ്മൾ ഒരു കാര്യവും ഇല്ലെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഒന്ന്, നമ്മൾ ക്രിസ്തുവിൻ്റെ പ്രതിനിധികളായി പോകുന്നു. രണ്ടാമത്തേത്, പ്രതിനിധിക്ക് വേണ്ട രണ്ടാമത്തെ ക്വാളിറ്റി, നമുക്ക് ഒരു നമ്മൾ ചെല്ലുക, രാജ്യത്തെ പ്രതിനിധീകരിക്കുകയാണ്, രാജ്യത്തിനെക്കുറിച്ച് സംസാരിക്കുന്നത്. രണ്ടാമത്തെ പ്രതിനിധിക്ക് വേണ്ട ഗുണസവിശേഷതയാണ് നമുക്കൊരു സ്വീകരണ സ്വഭാവം വരണം. റിസപ്റ്റീവ് ക്യാരക്ടർ എന്ന് പറയും. സ്വീകരണ സ്വഭാവം അതെന്തോ ആയിരിക്കണം? റിസപ്റ്റീവ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, ഇപ്പം എന്നോട് തന്നെ പലരും പറയാറുണ്ട്, ഇവിടെയല്ല മാഞ്ചസ്റ്ററിൽ പറയാറുണ്ട്, പാസ്റ്ററുടെ അടുത്ത് ഐഡിയാസ് ഒന്നും ഞങ്ങൾ പറഞ്ഞാൽ പാസ്റ്റർ സ്വീകരിക്കത്തില്ലെന്ന്. സത്യം, ഒരു പരിധി വരെ ഞാനത് ദർശനമാണോ എന്ന് ഞാനിങ്ങനെ കുഴയ്ക്കുന്ന ചോദ്യം അങ്ങോട്ട് തിരിച്ചു ചോദിക്കും. ചിലർ പുതിയ ഐഡിയ ആയിട്ട് വരുമ്പോൾ ഞാൻ ചോദിച്ചത് സ്വപ്നം കണ്ടതാണോ, ദർശനമാണോ, അതോ ബുദ്ധിപദേശമാണോ? ഇപ്പോൾ ഒരു പാസ്റ്റർ അങ്ങനെ ചോദിച്ചാൽ എന്താ ഇവർ മറുപടി പറയേണ്ടത്? ബുദ്ധിപദേശമാണേ പറയും നിൻ്റെ ബുദ്ധി എനിക്ക് വേണ്ട. മൂന്നിന് നമ്മൾ ഉത്തരം കണ്ടിട്ട് നമ്മൾ ചോദിക്കുന്നത്. ദർശനമാണേ കർത്താവ് എൻ്റെ ദർശനം തന്നെയാണ് അയച്ചിരിക്കുന്നത്. സ്വപ്നമാണ് ഞാൻ സ്വപ്നം. ഇതറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ പമ്പിയേ നിൽക്കുകയുള്ളൂ. അപ്പോൾ പക്ഷെങ്കിൽ ഒരു ഗുഡ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വീകരിക്കുന്ന വ്യക്തിയാകണം. റിസപ്റ്റീവ് ക്യാരക്ടർ, ന്യൂ ഐഡിയാസ്. ഇപ്പം ഞങ്ങളെയൊക്കെ, ഇപ്പം എൻ്റെ അത്രയും പ്രായമായില്ല, ഞാൻ കൂടുതലും നടക്കുന്നത് എന്നെക്കാളും യൗവനക്കാരുടെ കൂടെയാണ്. കേട്ടില്ലേ, കൊച്ചിനെ കണ്ടെന്ന് വന്നിരിക്കുന്നത്. എന്നാണെന്നറിയാവോ, നമ്മൾ പുതിയൊരു വേൾഡിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നെക്കാളും മുതിർന്നവരുടെ ഐഡിയ എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഇനി എനിക്ക് വേണ്ടത് പുതിയതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നോട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ജസ്റ്റിൻ എന്നോട് പറഞ്ഞു, ഒരു വർഷം മുന്നേ ആയിരിക്കാൻ, പാസ്റ്ററെ ഞാനെല്ലാം കൂടെ എങ്ങാണ്ട് ഇങ്ങനെ കഴിക്കുമോ, പാസ്റ്റർ ഇനി ഒത്തിരി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവമൊക്കെ വരുന്നതായിട്ടൊക്കെ കേട്ട്, എന്നാടാ എനിക്കതിനെക്കുറിച്ചൊന്നും ഒരു വായിച്ചിട്ട് പോലും ഒന്നും പിടികിട്ടുന്നില്ലെന്ന് തോന്നി. അപ്പോൾ ആ പുള്ളി എന്നെക്കുറിച്ച് ജസ്റ്റിനെ കുറേ ഐഡിയ ഒക്കെ പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു അത് ഞാനുമാണ്, അത് എങ്ങാണ്ട് ബഹിരാകാശത്തൊക്കെ ഉള്ള സംഭവമല്ലേ എന്ന് ചോദിച്ചു. അല്ല പാസ്റ്റേ, പുള്ളി എന്നോട് ചോദിച്ചു, ഈ റായിൻ്റെ ഒരു സാധനമുണ്ട് VR എന്ന് പറഞ്ഞു, ഇങ്ങനെ പിള്ളേരെ കളിക്കുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാം. VR ഒക്കെ പോലെയുള്ള സാധനങ്ങളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്തുവാ, ചർച്ചിൽ ജനം വരത്തില്ലെന്ന്. ഞാൻ എടാ നീ പിച്ചും പേയൊന്നും പറയരുത്. ആ പാസ്റ്ററെ ഒരു കണ്ടുപിടുത്തം നടക്കുകയാണ്, VR വെച്ചോണ്ട് വീട്ടിൽ ഇരുന്നാൽ മതി. അവന് ചർച്ച അവൻ കാണുന്നതിനകത്ത്, അവൻ അതിനകത്ത് ഇരിക്കുന്നത് അവന് കാണാൻ പറ്റും. പുള്ളി എന്നോട് പറഞ്ഞതെന്ന്, ഞാനിതെല്ലാം ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. റിജോയ് പാസ്റ്ററെ കാണാം, നിങ്ങളെല്ലാം കാണാം, പക്ഷേ ഇരിക്കുന്നത് ഞാൻ വീട്ടിലാണ്. എനിക്ക് ആംബിയൻസും കിട്ടും, എനിക്ക് ആത്മാവിൽ ആരാധിപ്പാനും കഴിയും, എല്ലാ നിലയിലും കഴിയും. ഞാനൊരു സാധനം വെച്ചാൽ മതിയെന്ന്. അപ്പോൾ അമേരിക്കയിലുള്ള സഭയുടെ പാർട്ടാകാൻ കഴിയും. നമ്മൾ TV കാണുന്നത് പോലെയല്ല, നമ്മളതിൻ്റെ പാർട്ടായിട്ട്, നമ്മളൊരു ഹ്യൂമനായിട്ട് തന്നെ നമുക്കതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രതീതി തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും മാന്യത്തിലുള്ളവർ VR വെച്ചൊന്നും പോകത്തില്ലടാന്ന് പറഞ്ഞു. പാസ്റ്റർ ഒരു 10 വർഷം കഴിയുമ്പോൾ കണ്ടോണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും 10 വർഷം കഴിയുമ്പോൾ കർത്താവ് വരുമായിരിക്കും. പുള്ളി എന്നോട് പറഞ്ഞു അതുപോലെ പാസ്റ്റർ സൂക്ഷിച്ചോണം ഇനി. അപ്പോൾ ഈ ChatGPT എന്നുള്ള പേരൊന്നും വന്നിട്ടില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നായിരിക്കും. അതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പാസ്റ്ററെ, ഞാൻ ചോദിച്ചു എന്തുവാ, ഇപ്പം പോളിൻ്റെ മിഷനറി യാത്ര എന്ന് എഴുതിയാൽ പോൾ പോയ മുഴുവൻ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു മിഷനറി യാത്ര അറിഞ്ഞിട്ട് എനിക്ക് തന്നെ എടുക്കാനാ. ഭാഷ കൊണ്ടും പ്രസംഗിക്കുമ്പോഴൊക്കെ സൂക്ഷിച്ചോണം. ഞാൻ ഈ ഇംഗ്ലീഷ് മെസ്സേജുകളും ടെക്സ്റ്റും ഇമെയിലും ഒക്കെ വിടുമ്പോൾ ആരെ കണ്ടാലും ഒന്നും കൂടെ എന്നെക്കാളും കഴിവുള്ളവരെ കൊണ്ടൊന്ന് ഡ്രാഫ്റ്റ് ചെയ്യിക്കുമായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഒരാൾ എപ്പോഴും ഇപ്പോൾ ഇവിടെ നമ്മുടെ ലിനു ഒക്കെ എന്ത് ചെയ്യും, ലിനു ഇന്നില്ലേ, ലിനു ഒക്കെ അതിൻ്റെ ആൾക്കാരാണ്. മക്കളെ ഇതൊന്ന് ഞാനൊന്ന് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് മക്കളെ ഒന്ന് പോളിഷ് ചെയ്തൊന്ന് തന്നേക്കാൻ പറയും.
അപ്പോൾ ഇവന്മാരൊരു 3-4 മാസമായിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, പാസ്റ്റർ ഇപ്പം മെയിലായി ഒന്നും ഇല്ലെന്ന്. ഞാൻ പറഞ്ഞാൽ എല്ലാം ചാറ്റ് അയക്കുക, കൊടുക്കുക, നല്ല സൂപ്പറാക്കിയിട്ട് ഇനി എന്ത് മോഡിഫിക്കേഷൻ വേണമെന്നാണ് ചോദിക്കുന്നത്. സ്തോത്രം. ഞാനതിനെ ക്രിസ്തീയവൽക്കരിച്ച് പറയാം. നിങ്ങൾ ഡെയിലി ഒരു മോട്ടിവേഷണൽ മെസ്സേജ് എങ്കിലും നിങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. ഞാൻ അറിഞ്ഞതിനകത്ത് മലയാളം ഉണ്ടെന്ന് ഞാൻ മലയാളം ശ്രമിച്ച് നോക്കി, ഓക്കെ, വർക്കൗട്ട് ആകുന്നുണ്ട്. നിങ്ങൾ നോക്കണം, കർത്താവെ ക്രൂശിനെ ധ്യാനിക്കുവാൻ തക്കത്തിലുള്ള ഒരു ഐഡിയ എനിക്ക് രാവിലെ ഒരു റെലം ഓപ്പൺ ചെയ്ത് തരാനൊക്കെ പറഞ്ഞാൽ അവൻ ഓപ്പണാക്കി തരും. ഞാൻ പറഞ്ഞത് പഴയ നൂറ്റാണ്ടിലുള്ള കാലങ്ങളും കൊണ്ട് ഈ പുതിയ നൂറ്റാണ്ടിലെ ശുശ്രൂഷയുമായിട്ട് മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഈ ജനറേഷൻ്റെ പൾസ് അറിഞ്ഞു വേണം നമ്മൾ നിൽക്കാൻ, അല്ലേ? ജനറേഷൻ്റെ പൾസ്. ഹോളി സ്പിരിറ്റ് നമ്മളെ നയിച്ചില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവേ ChatGPT അല്ല, എന്തോ ഡീപ് സീക്കോ അങ്ങനെയാണ് അവിടെ ഉണ്ട്, ജെമിനി ഉണ്ട്. ഇവരാര് വന്നാലും ദൈവവചനത്തിൻ്റെ മൂല്യതയ്ക്കും ശക്തിക്കും പ്രവൃത്തിക്കും ഒരു മാറ്റം വരുത്താൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ മറുവശം കൂടെ പറയാം, ലോകത്തിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾ ഉപയോഗിക്കണം. കാര്യം നിങ്ങൾ അപ്ഡേറ്റഡ് ആയേ പറ്റുകയുള്ളൂ. പണ്ട് ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബിജു പാസ്റ്റർ ആ പാസ്റ്റർ പ്രസംഗിക്കുന്ന മുഴുവൻ യൂട്യൂബിലാണെന്ന്. ഞാൻ പറഞ്ഞ ആ പുള്ളിക്ക് ദാനിയേൽ കണ്ടോളൻസ് ബൈബിൾ മേടിക്കാൻ പൈസ കിട്ടി കാണത്തില്ലടാ, യൂട്യൂബിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അല്ല ഞാൻ ചോദിച്ചു യൂട്യൂബിന് എന്താ കുഴപ്പം? പുള്ളി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ അങ്ങനെ ചോദിക്കുമെന്ന്. യൂട്യൂബിന് എന്താടാ കുഴപ്പമെന്ന് ചോദിച്ചു. നീ വേദപുസ്തകം തുറന്ന് മെസ്സേജ് ഉണ്ടാക്കുന്ന ആളും ഒരു കണ്ടോളൻസ് ബൈബിളും സ്റ്റഡി ബൈബിളും വെച്ച് മെസ്സേജ് ഉണ്ടാക്കുന്ന ആളും യൂട്യൂബ് കേൾക്കുന്ന ആളും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് ചോദിച്ചു. ഒത്തുവാക്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ കണ്ടോളൻസ് ഉപയോഗിക്കുന്നത്? അതെ, അയാൾ ഒത്തുവാക്യം റെഫറൻസിന് വേണ്ടി യൂട്യൂബ് ഉപയോഗിക്കുന്നു. ലെറ്റ് ദം ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അറ്റ്ലീസ്റ്റ് ദേ ആർ ഡൂയിങ് സംതിങ്. നീ ഒന്നും ചെയ്യുന്നില്ല, അത് ശരിയാണ്, ഞാൻ ഒന്നും ചെയ്തില്ല. വിമർശകർ വരും. അതുകൊണ്ട് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം എൻ്റെ ഫോണിന് ഇടയില്ല. ഞാൻ ഈ കുറേ ഡീപ് സീക്ക് എന്നൊക്കെ സാധനം ഇട്ടിട്ട് എന്നോട് ആരും പറഞ്ഞു ചൈനക്കാരുടെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവനെ കുഴപ്പം, അവൻ്റെ ഉപയോഗിക്കണം, അവൻ്റെ വസ്ത്രം ഉപയോഗിക്കാം, വണ്ടി ഉപയോഗിക്കാം, മൊബൈൽ ഉപയോഗിക്കില്ലെന്ന്. ഞാൻ പറയണ ബാങ്കിലുള്ളവൻ്റെ എല്ലാം എടുത്തുകൊണ്ട് പോവുകയുള്ളൂ. എൻ്റെയൊക്കെ ബാങ്കിൽ നിന്ന് എടുക്കാൻ വന്ന അവൻ എന്തെങ്കിലും സംഭാവന ഇട്ടിട്ട് പോകോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഒന്ന്, അംബാസിഡേഴ്സ് ആർ റെപ്രസെൻറ്റിങ് എ കിങ്ഡം. സെക്കൻഡ്, അവർക്ക് അംബാസിഡേഴ്സിനെ ഒരു റിസപ്റ്റീവ് ക്യാരക്ടർ ഉണ്ടായിരിക്കണം. എന്തിനാണ്? ന്യൂ ഐഡിയാസിനെയും സജഷൻസിനെയും ഒക്കെ ഉൾക്കൊള്ളുന്നവരായി തീരണമേ. മൂന്നാമത്തേത്, അവർ നിരപ്പിൻ്റെ മക്കളെ വന്നിട്ട് അതിൻ്റെ അടുത്തത് അനന്തരം അവൻ ഇത് ഏതാടാ? മാത്യു അല്ല, 2 കൊരിന്ത്യർ 5:21 ഇട്ടേ. 17 തൊട്ട് കിട്ടുമോ? അതിൻ്റെ 17-19 2 കൊരിന്ത്യർ 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അവൻ പുതിയതായി തീർന്നിരിക്കുന്നു. വായിച്ചോ 18. അവൻ നമ്മെ ക്രിസ്തു മൂലം റീകൺസിലേഷൻസ് അല്ലേ, നിരപ്പിൻ്റെ. നമ്മുടെ പാസ്റ്റർമാരോട് ചോദിച്ചാൽ, ഇന്നലെ രാത്രി ഞങ്ങൾ ഒത്തിരി ലേറ്റായിട്ടാണ് ഞാൻ സുജൻ വന്നത്. ഒരു വീട്ടിൽ പോയതാണ്. പാസ്റ്ററുടെ ആൻറ്റിയായിരുന്നു. പുള്ളിക്കാർ പറയുകയാണ്, പാസ്റ്റർമാരുടെ ശുശ്രൂഷ എന്തൊക്കെ നൂലാമാലകളിൽ ഇടപെടണം എന്നറിയോ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെരി ഗുഡ്. പിന്നെ പാസ്റ്റർക്ക് പ്രാർത്ഥിക്കണേ. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, നമ്മളതിൻ്റെ ഒരു പാസ്റ്ററാണ്. ഞാൻ പറഞ്ഞു പോണത് കൊള്ളാം, എന്താ വിഷയം? ഇതാകാതെ പാസ്റ്റർ. ഞാൻ പറഞ്ഞു നീ അതിനകത്ത് ഇടപെടണ്ട. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പാസ്റ്റർ പോകണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു പാസ്റ്റർ പോകണ്ട, യു ആർ എ പാസ്റ്റർ, നിങ്ങൾ ഫാമിലി കൗൺസിലർ അല്ല. ഫാമിലി കൗൺസിലറാണ് ഈ രാജ്യത്ത് ഫാമിലി കൗൺസിലറിൻ്റെ ലൈസൻസ് വേണമെന്ന് പറയും. നീ ഒന്ന് വല്ലതും പറയുകയും ചെയ്യും, അടുത്ത തവണ പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയാൽ കഴിഞ്ഞ തവണ പാസ്റ്റർ വന്ന് ഗുണദോഷിച്ചെന്ന് പറയും, പാസ്റ്ററേയും പിടിച്ചാകത്തിരുമെന്ന് പറഞ്ഞു. നിന്നെ പിടിച്ചാകത്തിട്ട് പിന്നെ ആ സഭ ശുശ്രൂഷിക്കുന്ന ആരാണ്? ഞാൻ വരുമെന്ന് ചോദിച്ചു. അത് ശരിയാണ്. പക്ഷെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ബൈബിളും മുഴുവൻ ഏദം പൂങ്കാവനം മുതൽ വെളിപ്പാട് പുസ്തകം വരെ മറഞ്ഞും തെളിഞ്ഞും നിൽക്കുന്ന ഒരു സത്യമുണ്ട്. ദൈവത്തിൻ്റെ പ്ലാനിലുള്ള കുടുംബജീവിതം ഇത് നീ ബിബ്ലിക്കലി അവിടെ പ്രസൻറ്റ് ചെയ്യണം.
അല്ല തോമസിൻ്റെ ഭാര്യ മറിയേ, നിങ്ങൾ വടിയുണ്ടാക്കി ഇടിയുണ്ടാക്കി എന്നെ വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ പറയാൻ വരത്തില്ല, ചർച്ച പോലും നിൽക്കത്തില്ല. പക്ഷെ നമ്മൾ നിരപ്പിൻ്റെ ആത്മാവുള്ളവരായിരിക്കണം, അല്ലേ? നിരപ്പിൻ്റെ ആത്മാവുള്ളവരായിരിക്കണം. ദി മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻസ്. റിലീജിയൻ എന്നുള്ള പദം ഞാൻ പറഞ്ഞു നിർത്താമേ, 2 കാര്യങ്ങളൂടെ ഉള്ളൂ. റിലീജിയൻ ഒന്നാമത്തെ എന്നതാണ്, ക്രിസ്തുവിനെ നമ്മൾ പ്രതിനിധീകരിക്കുന്നവരായിരിക്കണം. എന്താ? കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്ന ഓരോ ദിവസവും നമ്മൾ വർക്ക് പ്ലേസിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം കർത്താവിനെ പ്രതിനിധീകരിക്കണം. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, റെയ്നാഡ് ബോങ്കെ അദ്ദേഹം ഒരു കടയിൽ ചെന്നപ്പോൾ ഇവിടെ പറഞ്ഞതാണ്, എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിനോട് കൗണ്ടറിൽ നിന്ന ആൾ പറഞ്ഞാണ്, ഐ ക്യാൻ സീ ജീസസ് ഇൻ യുവർ ഐസ് എന്ന്. എനിക്ക് യേശുവിനെ നിങ്ങളുടെ കണ്ണിൽ കാണാമെന്ന്. ഒരു പരിചയമില്ലാത്തവരായിരുന്നു. ക്യാൻ സീ ജീസസ് ഇൻ യുവർ ഐസ് എന്ന്. റിലീജിയൻ എന്നുള്ള വാക്ക് ലാറ്റിൻ വാക്കായിരിക്കുന്ന റിലിഗൻ അതിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം മതം എന്നുണ്ടെങ്കിൽ തന്നെ റിലിഗൻ്റെ പ്രോപ്പർ മീനിങ് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഈ ബന്ധം സ്ഥാപിക്കുക, സഭ ബന്ധം സ്ഥാപിക്കുന്നവരാണ്. ഇപ്പം നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു ആവശ്യമൊക്കെ വരട്ടെ, അന്നേരം നമ്മളെ ഇപ്പം എല്ലാവരും പറയുമോ, അഭിലാഷിനെ പറയാം, ഇങ്ങോട്ട് നോക്കടാ, നീ കൊച്ചിനെ കളിപ്പിക്കാൻ വീട്ടു സമയമില്ലടാ, ഇങ്ങ് വന്നേ, ബാ മക്കളെ ആ ബൈബിളൊന്ന് മാറ്റിക്ക്, വേട നീ വാ, ഇച്ചിരി കായികപരമുള്ള മുന്നേ വന്നിരിക്കട്ടെ. ഞാനിടാ കഴിഞ്ഞ ആഴ്ച നീ യൂട്യൂബ് കണ്ടാൽ മതി, ഞങ്ങളുടെ മാഞ്ചസ്റ്റർ ചർച്ചിൽ കിലാടികളായ നിന്നെപ്പോലെയുള്ള 2-3 എണ്ണത്തിനെ ഫ്രണ്ടിൽ കൊണ്ട് ഇരുത്തി. എന്നിട്ട് എന്നോട് ഒരു ഭാഷ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമല്ലോ. അന്ന് ആദ്യമായിട്ട് ഈ 5-8 വർഷമായിട്ട് പ്രസംഗം കേൾക്കുന്നത്. എല്ലാ ആഴ്ചയിലൂടെ ഇരുന്നു കേട്ടോ. ബന്ധങ്ങളെ സ്ഥാപിക്കപ്പെടണം. ഇപ്പം ഞാൻ ഇവിടെ ഇടുന്ന MTC എന്നുള്ള ഗ്രൂപ്പിലെ പല മെസ്സേജുകളും ഞാൻ കാണാറുണ്ട്. എല്ലാത്തിനും റിപ്ലൈ ചെയ്തൊന്നുമില്ല, എല്ലാം നോക്കാറുണ്ട്, മോണിറ്റർ ചെയ്ത് പോകണമല്ലോ. അപ്പം പല കാര്യങ്ങൾ ഇദ്ദേഹം ഒരു സോഷ്യൽ വർക്കറുടെ ആറ്റിറ്റ്യൂഡിലുള്ള കാര്യങ്ങൾ ഇടാറുണ്ട്. എന്ന് പറഞ്ഞാൽ വണ്ടി വിൽപ്പനയൊക്കെ എന്നാലും പോട്ടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ലാഭമൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. വണ്ടി ഇല്ലാത്തവന് വണ്ടി കൊടുക്കുക ഞാനല്ലേ, കിട്ടുന്നതിൻ്റെ റൈറ്റ് വല്ലതും തരുന്നുണ്ടോ അവിടെ? കച്ചവടം ഇല്ലായിരിക്കും, ഇത് മാത്രമേ ഉള്ളായിരിക്കും, പരസ്യം ഉള്ളായിരിക്കും. ഓക്കെ. ബന്ധങ്ങൾ സ്ഥാപിക്കണം. അപ്പം ഒരാവശ്യം വരണം നമുക്ക്. ആവശ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാനൊരു സംഭവം പറയും. കഴിഞ്ഞ ഈ ഐസിൻ്റെ വല്ലാതെ മൂർധന്യാവസ്ഥയിൽ നിന്നപ്പോൾ മാഞ്ചസ്റ്ററിൽ ഒരു സഹോദരൻ്റെ വണ്ടി പോയി ഒന്ന് മുട്ടിയല്ല, ഇങ്ങനെ ഇരിക്കുമോ ഒരു മതിലിൻ്റെ മേളിൽ, ഇവൻ ഇതിനകത്തിരിക്കുമോ, ഇങ്ങോട്ട് പോയി കുഴിക്കകത്തോടെ അങ്ങ് കൊക്കയാണ്. ഇവൻ കടന്നിട്ട് പുറകോട്ട് ഇറങ്ങി ഫോട്ടോ എടുത്ത് സുജയ്ക്ക് അയച്ചു, ഭാഷനോട് പറയേണ്ടത്. അപ്പം ഞാൻ ചോദിച്ചു, ഇവൻ എങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് ഇറങ്ങിയത്? എൻ്റെ പിച്ചയെ കണ്ടില്ല, അത് അവിടെ ഇരുന്ന് ആടുവാന്ന്. പെട്ടെന്ന് സുജ ചർച്ചിലുള്ള സാറ്റർഡേ ആയിരുന്നു, അവിടെ ആരുണ്ടെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഞങ്ങളൊരു 3-4 പേരുണ്ട്. എൻ്റെ ആൻറ്റി ചോദിച്ചു, ഇന്ന ആൾ വേണ്ട വണ്ടി, നമ്മുടെ ജിക്സണാണ് വണ്ടി ഉണ്ട് അടുത്ത്. അപ്പോൾ അവൻ ലൊക്കേഷൻ അയച്ചു സുജയ്ക്ക്. ഇവന്മാർ ഒരു 4-5 വണ്ടിയിൽ ചർച്ചിലുള്ള എല്ലാവരും കൂടെ, സാറ്റർഡേ ആണെങ്കിലും അവിടെ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ ചെന്നു. ആ വഴി മുഴുവൻ വണ്ടിയെല്ലാം ഇട്ട് അങ്ങ് ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് കാര്യം ആരും വരരുത്, എന്നാ നടക്കുന്നറിയരുതല്ലോ. ഇവരാ വണ്ടി താഴെ ഒരുത്ത് നിന്ന് കൈകൊണ്ട് വിരലുകൊണ്ടൊക്കെയാണ് വണ്ടിക്കിട്ട് കുത്തുന്നത്. അവൻ്റെ അകത്തോട്ട് മറിഞ്ഞു വീടായിരുന്നു നന്നായി. എന്നാണേലും 1/2 മണിക്കൂറിൻ്റെ കഷ്ടപ്പാടിൽ ഇവർ വണ്ടി താഴെ ഇറക്കി. പിറ്റേ ആഴ്ച പുള്ളി സാക്ഷ്യം പറഞ്ഞു, ചർച്ച വന്ന് കരഞ്ഞുകൊണ്ട്. നമ്മുടെ ജിക്സൺ കരയുന്ന ഒരു വിശ്വാസിയാണ്. എൻ്റെ ചർച്ചിൻ്റെ ബലം, സ്ട്രെങ്ത് എന്താണെന്ന് ഞാനൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞതെന്ന്. ചർച്ചെന്ന് പറഞ്ഞ ഒരു ബന്ധമാണ്, ഒരു ഫാമിലിയാണ്. അപ്പം നമ്മൾ ചിന്തിക്കും ഫാമിലിയാണ്, പാസ്റ്ററാണ്, പാസ്റ്റർ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവിടെ എല്ലാം. ഇപ്പം ഇപ്പം റിജോയ് പാസ്റ്ററിനോട് എന്തെങ്കിലും ഒരു അതൃപ്തി വരുമ്പോൾ നിങ്ങൾ പരസ്പരം അത് പറയരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും. കുടുംബത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇപ്പം എനിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സുബോധം വരാൻ പ്രാർത്ഥിച്ചാൽ മതി. ആ പാസ്റ്റർക്ക് സുബോധം വരട്ടെ ദൈവമേ. ഇതിൻ്റെ കുഴപ്പം ഞാൻ പറയാം. ഇപ്പം ഞാൻ റിജോയുടെ വീട്ടിൽ ചെന്ന സമയങ്ങളിൽ റിജോയ് കൊച്ചിനിട്ട് ഭയങ്കര അടിയാണ്.
അവനെ അങ്ങ് ഉപദ്രവിക്കുക. എടാ പോയെ ഇവിടെ നോക്ക്, ഇവനെ അങ്ങ് അടിക്കുക. അപ്പം എനിക്ക് ഈ കുഞ്ഞിനോട് അങ്ങ് സഹതാപം തോന്നി. അപ്പം ഈ പുള്ളിയോട് ഇച്ചിരി ഇറിറ്റേഷനുമാണെന്ന് വിചാരിക്കുക. അപ്പം ഇവൻ ഇച്ചിരി കൂടെ ഒരു പ്രായമുള്ള കൊച്ചാ, ഒരു 10-15 വയസ്സാണ്, മൊബൈലൊക്കെ ഉണ്ട്. ഞാൻ എന്നെ വിളിക്കും. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇന്ന് അടിച്ചോ? ഇന്ന് തന്നെ അടിച്ചെന്നേ. ഞാൻ പറഞ്ഞു, നിൻ്റെ അപ്പനെ 2 എണ്ണം കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. പിന്നെ 2 സ്ക്രൂ വെച്ചപ്പോഴേ ഇവൻ അപ്പൻ്റെ മോനാണ്ട്. ഇവൻ പറയും, അത് പാസ്റ്ററങ്കിളേ, ഇത് ഞാനും എൻ്റെ അപ്പനും ഞങ്ങളുടെ വീട്ടിലെ വിഷയമാണ്. നിങ്ങൾ പാസ്റ്ററൊക്കെ ആയിരിക്കും, പക്ഷേ യു ആർ ആൻ ഔട്ട്സൈഡർ. ഒരു ഭവനത്തിലേക്കും ഒരു ഔട്ട്സൈഡറുടെ ഉപദേശത്തിനായിട്ട് നിങ്ങൾ പോകരുത്. നിങ്ങൾ പുരുഷന്മാരായിരിക്കുന്ന നിങ്ങളെക്കൊണ്ട് സോൾവ് ചെയ്യാൻ മേലാത്ത, മാനേജ് ചെയ്യാൻ മേലാത്ത ഒരു പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട് ഇടത്തില്ല. സഹോദരിമാരും കേൾക്കണം, അത് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ചിലപ്പം പഠിപ്പ് കൂടുതൽ കാണും, നിങ്ങൾക്ക് വരുമാനം കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ലടാ. പക്ഷെങ്കിൽ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നില്ലെങ്കിൽ ദൈവം സ്ഥാപിച്ച കുടുംബത്തിലല്ല നിങ്ങളെന്ന് എനിക്ക് പറയേണ്ടി വരും. ദൈവം 2 സ്ഥാപനങ്ങളെ നടത്തിയിട്ടുള്ളൂ. 1 കുടുംബം, 2 സഭ. അപ്പം ഈ കുടുംബമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്ഥാപനത്തിലുള്ളതാണ്. അതിനൊരു സൃഷ്ടി ദൈവം മോഡൽ വെച്ചിട്ടുണ്ട്. ക്രിസ്തു സഭയുടെ തലയായിരിക്കുന്നത് പോലെ പുരുഷൻ സ്ത്രീയുടെ കുടുംബത്തിൻ്റെ നാഥന. ഇത് അംഗീകരിക്കത്തില്ല. ഇന്നാള് പറഞ്ഞ ഒരാൾ ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു, നല്ല കൗൺസിലറിനെ വിളിച്ചിരിക്കുന്നു പറഞ്ഞു. ഇന്ന് മൊത്തം ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് അറിയുന്നതാണോ ഒരു മാനദണ്ഡം? ഇല്ലേ ഇവിടത്തെ ഇംഗ്ലീഷ് അങ്ങോട്ട് പ്രസംഗിക്കും. ഇംഗ്ലീഷ് അറിയുന്നതല്ല ഒരു മാനദണ്ഡം. നിർത്താമേ. ഒരു മരംകൊത്തി പക്ഷി, ഞാനിത് എവിടെയോ ഈ അടുത്ത് പറഞ്ഞതാ. മരംകൊത്തി പക്ഷി ഒരു തടാകത്തിൻ്റെ അരികെ ഇരിക്കുക. എന്നിട്ടൊരു മീനെ കണ്ടപ്പം പറഞ്ഞു, നീ ഒരു കഴിവില്ലാത്തവനാ മീനെ. നീ നോക്ക്, ഞാൻ കരയിൽ നിൽക്കുന്നു, മരത്തെ കയറുന്നു, പറക്കുന്നു. യു ആർ എ ബിഗ് സീറോ. അപ്പം മീനൊന്ന് ശ്രമിച്ചു കരയിലൊന്ന് കയറാൻ. എന്നിട്ട് മീൻ തിരിച്ച് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് ജീവിതകാലം മുഴുവൻ എനിക്ക് മരംകൊത്തിയെ പോലെ മരത്തെ കയറാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞ് നിരാശയിൽ പോണതാണോ മീൻ? മീൻ തിരിച്ചൊരു ചോദ്യമുണ്ട്, നീ വലിയ പുള്ളിയാണല്ലോ, എന്നാൽ ഒരു 5 മിനിറ്റ് ഞാൻ നിൽക്കുന്നത് പോലെ വെള്ളത്തിൽ വാ. എൻ്റെ വാഴ്ചയുടെ സ്ഥലം വെള്ളത്തിനകത്താണ്, നീ വിട്ടുപിടിക്കാൻ പറയണം. ഭാഷയല്ല നമ്മളിലെ ക്വാളിറ്റി തയ്ക്കുന്നത്, പണമല്ല നമ്മുടെ ക്വാളിറ്റി തയ്ക്കുന്നത്. കർത്താവിൻ്റെ ക്രിസ്തീയനെ സംബന്ധിച്ചോളം വരവെങ്കിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ എല്ലാം പോവും. സ്തോത്രം. എന്തോ ഞാൻ ചേർത്തൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ ബന്ധം സ്ഥാപിക്കപ്പെടുവാൻ വേണ്ടിയിട്ടുള്ളതും കൂടിയാണ് സഭ. 2019 ന്യൂസിലൻഡിൽ വലിയൊരു സംഭവം ഉണ്ടായി. ന്യൂസിലൻഡിൽ നിങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. എൻ്റെ ഓർമ്മ ശരിയാണ്, മാർച്ച് മാസം. അവിടെ ന്യൂ ക്രിസ്ത്യൻ അസംബ്ലിയുടെ അടുത്തുള്ള 2 മോസ്കിൽ ഭീകരർ കയറി വെടിവെച്ചു. നിങ്ങൾക്ക് ഓർമ്മ കേട്ടിട്ടുണ്ടോ? മെർലിനറിയാം. മെർലിനോട് ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ആഴ്ച പറഞ്ഞുതരും. ഭീകരർ കയറി വെടിവെച്ചു. എത്ര പേർ കൊല്ലപ്പെട്ടെന്നറിയാവോ? തലകുലുക്കിയ ആള് 50 പേര് കൊല്ലപ്പെട്ടു. നിങ്ങൾ ചുമ്മാ നോക്കിയാൽ മതി, ന്യൂസിലൻഡ് മോസ്ക് ഇൻസിഡൻ്റ് എന്നൊക്കെ അടിച്ചാൽ മതി. 50 പേരെ ഭീകരർ കയറി മുസ്ലിം ദേവാലയത്തിൽ കയറി വെടിവെച്ചു കൊന്നു. ക്രൈസ്റ്റ് ക്രിസ്ത്യൻ അസംബ്ലി തൊട്ടടുത്ത് ചർച്ചായിട്ട് നിൽക്കുകയാണ്. അവിടെ ഒരു പ്രശ്നവുമില്ല. 50 പേരെ വെടിവെച്ച് കൊന്നത് 28 വയസ്സുള്ള ഒരു ഭീകരനാണ്. 50 കുടുംബത്തിലെ പ്രതീക്ഷകളാണ് നഷ്ടപ്പെട്ടത്. 50 കുടുംബത്തിലും നഷ്ടപ്പെട്ടത് ന്യൂ മൈഗ്രൻസാണ്,
പുതിയതായിട്ട് ആ രാജ്യത്ത് വന്ന ആൾക്കാരാണ്. അന്ന് അവിടുത്തെ എന്തുവാ ഉറങ്ങി താഴെ വീണാണോ? ഈ ന്യൂസിലൻഡിൽ ഈ സംഭവം നടക്കുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ക്രിക്കറ്റ് ടീമും അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിനോടുള്ള ബന്ധത്തിൽ അവരും ന്യൂസിലൻഡിലുണ്ടായിരുന്നു. നിങ്ങളിതൊന്ന് ചുമ്മാ ചാറ്റ് GPT അടിച്ചാൽ ഹിസ്റ്ററി കിട്ടും. മലയാളം തരാൻ പറഞ്ഞാൽ മലയാളം കിട്ടും. അവരും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മോസ്കിലുണ്ടായിരുന്നു. ബംഗ്ലാദേശികളുമുണ്ട്, പുതിയതായിട്ട് മൈഗ്രേറ്റ് ചെയ്തവരുമുണ്ട്. പക്ഷെ ഭീകരന് ബംഗ്ലാദേശിൽ നിന്നോ ന്യൂസിലൻഡുകാരോ ഒന്നുമില്ലായിരുന്നു. വെടിവെച്ച് വീഴ്ത്തി. പക്ഷെ വീഴ്ത്തപ്പെട്ടത് മുഴുവൻ മൈഗ്രേറ്റ് ചെയ്ത ന്യൂസിലൻഡിലേക്ക് വന്ന പുതിയ മുസ്ലിങ്ങളായിരുന്നു. 50 മുസ്ലിങ്ങൾ മരിക്കപ്പെട്ടു പോയി. രാജ്യം വലിയ ദുഃഖത്തിലായി. റിലിഗൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ബന്ധമെന്നുള്ളതാണ് ഞാനന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അന്ന് ന്യൂസിലൻഡ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്നത്, ഞാൻ പേരെഴുതിയിട്ടുണ്ട്, ജസിൻഡ ആർഡോറൻ. ഇങ്ങനെ ആർഡോറൻ എന്നല്ലേ പറയുന്നത്? നല്ലട്ടെ, ജസിന്ത. അവർ എടുത്ത ഒരു നിലപാട് ലോകത്തിലുള്ള എല്ലാ മീഡിയയിലും വന്നു, എല്ലാ യൂട്യൂബിലും വന്നു, എല്ലാ സോഷ്യൽ മീഡിയയിലും വന്നു. ജസിന്ത ആർഡോറൻ ചെയ്തത്, അവർ മുസ്ലിങ്ങൾ ധരിക്കുന്നത്ര ഒരു കറുത്ത ബുർക്ക എന്നാന്ന് തോന്നുന്നതിന് പറയുന്നത്, ആ ലോഹ ഇട്ട് മുഖം വെയിലൊക്കെ വെച്ച് മറച്ച് അസലൊരു മുസ്ലിം ലേഡിയായിട്ട് ഈ മരിക്കപ്പെട്ട 50 ഭവനങ്ങളിൽ ഇവർ ചെന്നു. എന്നിട്ട് ഇവർ ഇംഗ്ലീഷ് ലേഡിയാണല്ലോ, ന്യൂസിലൻഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ മൈഗ്രേറ്റ് ചെയ്ത് പോയവരാണല്ലോ. എല്ലാവരും ചേർത്ത് പിടിച്ച് അവരുടെ ദുഃഖത്തിൽ ഇവർ പങ്കാളികളായി. എന്നിട്ട് ഇവർ നടത്തിയൊരു പ്രസംഗമുണ്ട്. ദേ ആർ അസ് എന്നാണ് അവർ പറയുന്നത്. അത് നിങ്ങൾ ചുമ്മാ ദേ ആർ അസ് എന്ന് യൂട്യൂബിൽ അടിച്ചാൽ മതി, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, സംഭവം കിട്ടും. ദേ ആർ അസ്. അത് വലിയൊരു ശ്ലോകമായിട്ട് പിന്നെ മാറിയായിരുന്നു. ദേ ആർ അസ്. അവർ പറഞ്ഞതാണ്, അവർ അവരുടെ സ്വന്തം രാജ്യത്തെ വിട്ട് ന്യൂസിലൻഡിൽ വന്ന് ന്യൂസിലൻഡിൻ്റെ മനോഹാരിതയും ന്യൂസിലൻഡിലെ സംരക്ഷണവും ന്യൂസിലൻഡിൻ്റെതായ സമ്പദ്ഘടനയിലും വിശ്വസിച്ച് അവരുടെ ജനിച്ചു വളർന്ന രാജ്യത്തെ വിട്ട് ഈ ന്യൂസിലൻഡിൽ പൗരത്വം എടുക്കാൻ വന്ന സാധുക്കളായിരുന്നു. അവർ ഈ രാജ്യത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. ആ പ്രതീക്ഷയാണ് ഒരു ഭീകരൻ നശിപ്പിച്ചതെന്ന്. വലിയ സ്വപ്നം കണ്ടു വന്ന ആ മരിക്കപ്പെട്ടവരെല്ലാം ഞങ്ങൾ തന്നെയാണ്, നിങ്ങൾ മരിക്കപ്പെട്ടവർ ഞങ്ങളാണെന്ന് പറഞ്ഞു. വലിയ കൈയടി നേടി UN വരെ ആ പ്രസംഗം എത്തുവാനിടയായി. ദയാറസ്, അവർ ഞങ്ങളായിരുന്നു എന്ന് പറഞ്ഞു. ഇതിനെയാണ് ഈ റീകൺസിലിഡേഷൻ അല്ലെങ്കിൽ ഈ ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത്. നമ്മൾ പുതിയൊരു വിശ്വാസിയെ നമുക്ക് കർത്താവ് ആകർഷിച്ചു എന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾക്ക് അവരോട് ചെന്നിട്ട് സത്യസുവിശേഷത്തിൻ്റെ മർമ്മങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞ് ചിലപ്പോൾ അവർക്ക് പിടികിട്ടത്തില്ലായിരിക്കും. അതൊക്കെ എന്താണ്, ചിലപ്പോൾ അവർക്ക് ഫുഡായിരിക്കും ഇഷ്ടം. പറയണം, നമുക്കൊരു ഈവനിങ്ങിൽ ഒരു ഹോട്ടലിൽ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകും. അവരുമായിട്ട് നിങ്ങൾ ബന്ധം സ്ഥാപിച്ചതിന് ശേഷം, സൂപ്പ് സാൽവേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? സാൽവേഷൻ ഓഫ് ആർമിയുടെ ആദ്യം സോപ്പ് കൊടുക്കും കുളിക്കാൻ, പിന്നെ സൂപ്പ് കൊടുക്കും, പിന്നെ സാൽവേഷനുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ അവരെ നമ്മളായി കണ്ട് അവരോട് ഇടപെടുകയാണെങ്കിൽ നമ്മൾക്ക് അവരെ നേടുവാനായിട്ട് കഴിയും. 4-മത്തേതും കൂടെ പറഞ്ഞു നിർത്താം. 1-മത്തേത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? അവർ പ്രതിനിധികളാണ്. 2-മത്തേത് അവരെ സ്വീകരിക്കുന്ന റിസപ്റ്റീവ് ക്യാരക്ടർ ഉള്ളവരായിരുന്നു. 3-മത്തേത് അവർ ബന്ധം സ്ഥാപിക്കുന്നവരായിരുന്നു. 4-മത്തേതും കൂടെ പറയാം. ആരാ? ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പകർച്ച പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ കൃപാസനത്തിൽ നിന്ന് കൃപമേൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ യേശുവിൻ്റെ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യണം. 4-മത്തേത് പറഞ്ഞ് എളുപ്പം നിർത്തുകയാണ്. ക്രിസ്തുവിൻ്റെ, ഇപ്പം നമുക്കറിയാം, ഒരു അംബാസിഡർ എന്നുള്ള നിലയിൽ തന്നെ പറയാം. അംബാസിഡർ UK ഇന്ത്യയിൽ നിന്ന് വന്നിവിടെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക. അപ്പോൾ അംബാസിഡർ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു. 2-മത്തേത് അയാൾ ഈ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ആശയങ്ങൾ എടുക്കുന്നു. 3-മത്തേത് ബന്ധങ്ങൾ 2 രാജ്യങ്ങൾ തമ്മിൽ സ്ഥാപിക്കുന്നു. 4-മത്തേത് ഇയാൾക്കറിയാം ഇയാൾ ജസ്റ്റ് ആൻ അംബാസിഡർ, നോട്ട് എ സിറ്റിസൺ ഇൻ യുണൈറ്റഡ് കിങ്ഡം.
എനിക്കൊരു റീകോളുണ്ട്. UK വന്ന് അദ്ദേഹം 50 വർഷം സേവിച്ചു, ശുശ്രൂഷിച്ചു എന്നുള്ളതല്ല. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററോ ഇന്ത്യൻ പ്രസിഡൻറ്റോ വിളിക്കുകയാണ് കം ബാക്ക് എന്ന് പറയുമ്പോൾ ഒരു റീകോൾ പ്രതീക്ഷിച്ചും കൊണ്ടാണ് ഏതൊരു സ്ഥാനാപതിയും അയക്കപ്പെട്ട രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്ത് മറ്റൊരു രാജ്യത്തിൽ നിൽക്കുന്നത്. മനുഷ്യപുത്രന്മാരെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. നിങ്ങൾക്കൊരു മടങ്ങിവരവുണ്ട്, നിങ്ങൾക്കൊരു വിളിയുണ്ട്. ആ പരമവിളിയിൽ നമ്മൾ എത്ര അധ്വാനിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ക്രിസ്തുവിങ്കിലേക്ക് മടങ്ങിപ്പോയേ പറ്റുകയുള്ളൂ. 6:1 പ്രാർത്ഥിച്ച് നിർത്താം. ഒന്നും കൂടെ 6:1. കണ്ണുകൾ അടയ്ക്കാം. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത്. പരിശുദ്ധ ദൈവമേ, കൃപമേൽ കൃപ പകരുന്നത് ഞങ്ങൾ സഹപ്രവർത്തകരാണല്ലോ, ക്രിസ്തുവിൻ്റെ അംബാസിഡേഴ്സ് ആണല്ലോ. ആ സഹപ്രവർത്തകരെന്നുള്ള നിലയിൽ നിന്നും കൊണ്ട് ക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. അതിനായിട്ട് ഈ കൃപായുഗത്തിൽ കൃപമേൽ കൃപ പകരുന്ന ഈ വർഷം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് വിനീതമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപ മാത്രമല്ല, കൃപയുടെ മേൽ കൃപയാണ് തന്നിരിക്കുന്നത്. അങ്ങയെ പ്രതിനിധീകരിപ്പാൻ ഞങ്ങൾ പോകുമ്പോൾ അങ്ങയെ തന്നെ പ്രതിനിധീകരിച്ചണമേ. ഞങ്ങളുടെ കാര്യങ്ങളല്ല പറയേണ്ടത്. ഞങ്ങൾ നല്ല ആശയങ്ങളെ സ്വീകരിക്കുന്നവരാകണമേ, ബന്ധങ്ങളെ സ്ഥാപിക്കുന്നവരാകണമേ. ഞങ്ങൾക്ക് ഒരു മടങ്ങിവരവ്, ഒരു ക്രിസ്തുവിങ്കിലേക്കുള്ളൊരു മടങ്ങിവരവുണ്ട്. ഞങ്ങൾ എവിടെ പോയാലും ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ അയക്കപ്പെട്ടവൻ്റെ അടുക്കിലേക്ക് ശിഷ്യന്മാർ വന്നതുപോലെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരമവിളിയുടെ ഓഹരിക്കാരാണ്. ആ വിളിയെങ്കിൽ ഞങ്ങൾ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കരത്തെ, കർത്താവേ, എപ്പോഴും ഞങ്ങളുടെ കരത്തെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ എന്നും നിർമ്മലീകരിക്കപ്പെടണമേ. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളാകുന്ന വ്യക്തിത്വത്തെ ഉയർത്തുവാനല്ല ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്, ദൈവരാജ്യത്തെ ആയിത്തീരണം. ഈ വാക്കുകൾ ദൈവശബ്ദമായി കേട്ട് ഞങ്ങൾ ചിലരോട് അങ്ങയുടെ സുവിശേഷം പറയുമ്പോൾ, പങ്കിടുമ്പോൾ, കർത്താവേ, അവരെ നേടുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പിതാവ് ആകർഷിച്ചിരിക്കുന്ന ചിലരെയെങ്കിലും നേടുവാൻ ഈ കൃപമേൽ കൃപയുടെ വർഷത്തിൽ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.